ഇവിടെ സിനിമ റിലീസ് സമയത്ത് എവിടെ ഉണ്ട്? ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ആണോ? ഞാനില്ല, ഞാൻ US-ലാണ്. ഷോയുടെ ആയിട്ട്. ശരി. അമേരിക്ക കാണുന്നില്ല പടം. അമേരിക്കയിൽ കാണാൻ പറ്റുമെങ്കിൽ കാണാം. പിന്നെന്താ, വേൾഡ് വൈഡ് അല്ലേ റിലീസ്. പക്ഷെ നമ്മൾ ഒരു സിനിമ ഇവിടെ കാണാൻ സാധിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അല്ലേ? ഒരുമിച്ചിരുന്ന രസമായിരുന്നു, ആളുകൾക്കും ഒരു രസമായിരുന്നു. മൂന്ന് സ്ഥലത്തൊക്കെ പോകാൻ നോക്കുകയാണ്. പോയാലും ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. കുറച്ച് ദിവസമേ ഉള്ളൂ ഇനിയും എല്ലാ പ്രൊമോഷൻസും അതിൻ്റെ കാര്യങ്ങളൊക്കെ. മെയ് 1 അല്ലേ പ്രൊമോഷൻസ്? ഇപ്പോൾ ഇന്നത്തെ പ്രസ് മീറ്റ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മീഡിയക്കാരെ കാണാം. നാഷണലുണ്ട്, ഇൻ്റർനാഷണൽ മീഡിയയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. പോകുന്നതിന് മുമ്പ് അവരെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാം. നമ്മൾ ഇത്തരത്തിലുള്ള സിനിമകൾ നമുക്ക് വെൽക്കം ചെയ്യാനാണ് അല്ലേ എല്ലാവരും ചേർന്നിട്ട്? അല്ല, പിന്നെ നമ്മളെ അത് ഇവിടെ പറ്റുമെന്നാണ് പറയുന്നത്. നമ്മളെയാണ് പറയുന്നത് അതിനെല്ലാവരും. മലയാള സിനിമയിൽ മാത്രം സാധിക്കുന്ന കാര്യം എന്നാണ് പറയുന്നത്. അതെ, നമ്മൾ 2020 ഒക്കെ നമ്മുടെ കൂടെ മാത്രമേ നടത്തും. ഞാൻ പുതിയതായിട്ട് 2 ദിവസം റിയാക്ഷൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഇല്ല. ഇല്ല പടം ഉണ്ടായിരുന്നു. പാട എവിടെ ഇയാൾ കാണിക്കുന്നില്ലെന്ന്. ഇവിടെ ഡെയിലി ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ പടം ചെയ്യുന്ന സമയത്ത് ടേക്ക് ഓഫ് ആണെങ്കിലും റീപ്പ് ആണെങ്കിലും ഷൂട്ട് കഴിഞ്ഞിട്ട് ആ ദിവസങ്ങൾ അതാത് സീനുകൾ കാണിക്കും. ഇപ്പൊ ചോദിക്കുമ്പോൾ CG കൂടെ ചെയ്യാം, എഡിറ്റിന്റെ ഒരു കട്ട് ഒരു ഇത്തരം കൂടെ ചെയ്യാൻ കേട്ടോ. മാതാപ്ത് വേറെ ആരും കാണിച്ചു കാണത്തില്ല. ഇല്ല, നമ്മളെ കാണിക്കാതെ ആരെ കാണിക്കാൻ? ഇല്ല, എനിക്കൊന്ന് എൻ്റെ പോലും കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. കണക്ക് വയ്ക്കും കേട്ടോ, സ്വാഭാവികം. എന്തായാലും എങ്ങനെ തോന്നിയോട് പോകും. ചാക്കോച്ചൻ പിന്നെ ബിഗ് ആണല്ലോ സീൻസ്, അത് കട്ട് ചെയ്ത് പോകത്തില്ല. ഞാൻ ഒറ്റയ്ക്കാണ്. ഹലോ, ചെല്ലുണ്ടായിരുന്ന? പിന്നെ ഞാൻ ഇവിടെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പരിപാടിയാ, വലിയ ഷൂട്ടാക്കും. ക്യാമറയും സംഭവമൊക്കെ ആഡ് ഷൂട്ടിന് ആഡ്. അതല്ല നമ്മുടെ പരിപാടി. അടിപൊളി. എന്തൊക്കെയുണ്ട്, സുഖല്ലേ? ഇങ്ങനെ സുഖം പോകുന്നു. ആലപ്പുഴ ഓൾ ഗുഡ്. ഹൈദരാബാദ് അല്ലേ? ഹൈദരാബാദ് 2 ആഴ്ച മുമ്പ് ഞങ്ങളൊരു പടം റിലീസ് ഉണ്ടല്ലോ. എന്റെ പ്രസ് കോൺഫറൻസ് 11:30. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സിനിമ ഉണ്ടായിരുന്നു, വാഴെല്ലാം കാണിച്ചായിരുന്നു. അസലായിരുന്നു ആക്ച്വലി. ഞാൻ കണ്ടായിരുന്നു. അത് എനിക്ക് ടെക്നിക്കലി ബ്യൂട്ടിഫുൾ. ലാലേട്ടന് നമുക്ക് പൊളിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല. അതിന്റെ ആക്ഷൻ സീക്വൻസും എസ്പെഷ്യലി ആ കാറിലുള്ള സീക്വൻസ് ഒക്കെ ഇല്ലേ, ആക്ഷൻ സീക്വൻസ് ഞങ്ങളുടെ ഉണ്ട്. അത് നിങ്ങളുണ്ട്, പക്ഷെ കുറച്ച് പറഞ്ഞു പോയോ? എനിക്കങ്ങനെ തോന്നിയേട്ടെ. ഞാൻ കണ്ടപ്പോൾ ലാലേട്ടനും നമുക്കൊക്കെ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. പക്ഷെ ക്യാമിയോ, ഷോർട്ട് ക്യാമിയാണോ അവര്? ഫ്ലൈറ്റ് ഓടിക്കും. ചാക്കോച്ചൻ ഫ്ലൈറ്റ് അല്ലേ ഓടിക്കും? ഞാൻ കാറ് അവരുടെ കൂടെ വണ്ടിയിൽ ഡ്രൈവറായിട്ട് ഓടിക്കുന്നത്. ഡയലോഗ് ഇല്ലേ അവിടെ? ഡയലോഗ് കുറച്ച് കുറവേ ഉള്ളൂ, എക്സ്പ്രഷൻസ് ആണ് കൂടുതലും. പക്ഷെ അത് എനിക്കത്ര ഒരു എന്താ പറയുക വിസിബിലിറ്റി തോന്നിയില്ല. അങ്ങനെയാണോ മഹേഷ് ആദ്യം പറഞ്ഞത്? ചേട്ടൻ ആരുടെ കാര്യം പറയുന്നത്, എൻ്റെ ആണോ പുള്ളിയുടെ ആണോ? അല്ല, ജനറലി നിങ്ങളുടെ രണ്ടുപേരുടെയും കുറച്ച് ഇൻഫാക്ട് ജനറലി ഞങ്ങൾ 10 ദിവസം ഷൂട്ട് ചെയ്തായിരുന്നു. ചെയ്തായിരുന്നു. 40 തൊട്ട് 50 ദിവസം ഷൂട്ട് ചെയ്തു. ആണോ? ചുമ്മാ കാണാനില്ല കേട്ടോ. ഇയാള് എഡിറ്റർ ആയത് വലിയൊരു പ്രശ്നമാണ്. ഇയാള് ചുമ്മാ ആവശ്യമില്ല. എന്റെ കഥ തോന്നുന്നു, ഇല്ലെങ്കിൽ ഇങ്ങനെ പറയും. അല്ല, അപ്പൊ ഇത് പറഞ്ഞില്ലേ, ഇത് ഇനിഷ്യലി എന്താണ് മഹേഷ് പറഞ്ഞത്? ക്യാരക്ടർ ഉള്ള കാര്യം പറയാമല്ലോ. പ്രശ്നം ഉണ്ടാവും, കട്ട് ചെയ്ത് കാണും. അത് പറഞ്ഞിട്ട് അത് ഈ പടം ഓണാവുമ്പോ നമ്മളുടെ അടുത്ത് പറയുമ്പം നമ്മൾ മാത്രമേ ഉള്ളൂ ഒരു ആദ്യം തുടങ്ങുന്ന സമയത്ത് ഷൂട്ട് തുടങ്ങുന്നവരെ ഒരു ജെയ്സി പരിപാടി എന്നുള്ളൊരു ലൈനിലൊരു കുറച്ചൊരു ടെക്നിക്കൽ സാധനം ഒക്കെ ഉണ്ടല്ലോ. അത് ഡയറക്ടേഴ്സിന്റെ സ്ഥിരം പരിപാടി. എങ്ങനെയെങ്കിലും എല്ലാവരെയും കൊണ്ട് ഇതിൻ്റെ അകത്ത് കയറ്റാന്നുള്ളത് അങ്ങനെയാണ് തുടങ്ങിയതല്ലേ. പക്ഷെ അത്രയൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ ആക്ച്വലി നിങ്ങളുടെ പ്രസൻസ് ഒന്നും. ട്രെയിലർ കണ്ടപ്പോൾ എന്തോ ട്രെയിലറിലും ഇൻഫാക്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ കണ്ടില്ലേ ആക്ച്വലി അവരെ പറ്റിയല്ലേ കൂടുതൽ സംസാരിക്കുന്നത്. പടം കണ്ട സ്ഥിതിക്ക് അതൊരു വലിയ ഒരു സംഭവമല്ല. പക്ഷെ അത്ര ഇമ്പാക്ട് ഒന്നും തോന്നിയില്ല എനിക്ക്. കുറഞ്ഞതായിട്ടും തോന്നി. എനിക്കറിയില്ല ഇപ്പം ഇതെല്ലാം പറഞ്ഞ് കട്ട് ചെയ്തതാണോ. ഇനി പാട്ട് സോങ് ഉണ്ടായിരുന്നു അവൻ്റെ, ഞാനും ദർശനയും കൂടെ ഉള്ളൊരു 3 minute സോങ് ഉണ്ടായിരുന്നു. അതെന്തോ ഒരു ജിങ്കിള് പോലെ ഒരു ചെറിയൊരു 5 സെക്കൻഡുള്ള എന്തോ ഒരു മ്യൂസിക്കൽ ഒരു സെക്ഷൻ അല്ലേ ജിങ്കിള്. ഈ അഡ്വർടൈസിങ്ങിലൊക്കെ നമ്മൾ നിങ്ങൾ കണ്ടിട്ടില്ല അപ്പൊ ഇതുവരെ? ഞങ്ങൾ കാണാൻ കുറെ പറഞ്ഞു കാണുക. അതെ, ഫൈനൽ സംഭവമായിട്ട് കാണാം. എന്നൊരു
CG ഒക്കെ കഴിഞ്ഞിട്ട് ചേട്ടൻ ഒരു കാര്യം ചെയ്യും പറ ഒന്നൊന്ന് ഒന്നുകൂടെ നമുക്ക് പടം എല്ലാവർക്കും കൂടെ ഒന്നുകൂടെ കണ്ട് ഞങ്ങളുടെ 2-3 ഗംഭീര സീനുകളുണ്ട് അത് ചേട്ടൻ കണ്ടിട്ടില്ല. അത് കണ്ടിട്ട് ചേട്ടൻ അതിനെപ്പറ്റി സംസാരിക്കും. ഉണ്ടാവും ആരും അല്ലാതെ നിങ്ങൾ ഇതിന്റെ അകത്ത് കാരണം കാര്യമില്ല. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ അത് ഇല്ല, അപ്പൊ കാണാൻ വഴിയില്ല. അപ്പൊ അതൊന്ന് തിരിച്ച് പടത്തിലേക്ക് കയറ്റാൻ ചേട്ടൻ ഡയറക്ടറല്ലേ, ചേട്ടൻ സംസാരിച്ച് ഞങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കാര്യം. അടുത്ത് മാഷ ഇവിടെ ഉണ്ട്. എല്ലാരും ഉണ്ടല്ലോ. ഞാൻ തീർച്ചയായിട്ടും സംസാരിക്കും. ഇപ്പൊ ഇതിനെപ്പറ്റി അറിയാലോ. ചേട്ടൻ ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഞങ്ങൾ എത്ര നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് അറിയാം. അതെ മാഷ എവിടെ? ഞങ്ങൾ വരുന്നില്ല, ചേട്ടൻ ഒന്ന് പോയി. ഞാൻ എന്നാ ഒന്ന് പോയിട്ട് സംസാരിച്ചിട്ട് ഞാൻ നോക്കട്ടെ. കേട്ടോ, എന്നാ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ? എപ്പോ വരാം? ഞാൻ സംസാരിക്കാം. ഞാൻ 48 ഫ്രെയിംസിൽ വരുന്നൊരു വൈറ്റ് ഷോട്ട് ഉണ്ട്. അതൊന്ന് 5 ഡയലോഗുകളുണ്ട് എൻ്റെ. അതൊന്ന് നോട്ട് ചെയ്യണം. അല്ല, ഞാൻ അതിന് എന്താ സിറ്റുവേഷൻ നോക്കട്ടെ. 48 ഫിലിംസ് ഒക്കെ അത് നമ്മൾ പറയുന്നത് തുടങ്ങുന്നത് ശരിയല്ല. ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാം. ഇവിടെ തന്നെ ഉണ്ടാവല്ലോ. വെയിറ്റിംഗ്. ശരി കേട്ടോ. ശരി ചേട്ടാ, ശരി. ഓക്കെ. അതെ, ചേട്ടൻ ആലപ്പുഴ അല്ലേ? അതിനിപ്പോ എന്താ സംശയം അറിയാൻ പറ്റും നമുക്കറിയാം. ആലപ്പുഴക്കാരല്ലേ നമ്മള്. ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അപ്പം മാറി. ആലപ്പുഴക്കാരുടെ ചൊറി സ്വഭാവം പോയിട്ടില്ല. പടം കണ്ടു കാണോ? ചുമ്മാ തമാശ പറയിച്ച് ഒരു ഏണി വരുന്നു. ചേട്ടൻ മമ്മൂക്കാക്ക് മെസ്സ് ചെയ്തേ. ഏണിക്കമി ഫോം ഓഫ് പടം കണ്ടു. ഷാനൊരു മെസ്സേജ് ഒരേ പ്രകാശേട്ടൻ ഇങ്ങോട്ട് വരുന്നു. ഒരു കുത്തിത്തിരിപ്പ്. എന്തോ കുരിശാണ്. റീലൊക്കെ തീരില്ലേ? ഏത് വേണ്ട നമ്മൾ ഡീൽ ചെയ്യാനായിട്ട്. എന്താ ചെയ്യാ സുഷിൻസ് അല്ലേ? എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. വെരി ഗുഡ്. മ്യൂസിക്കൊക്കെ കൊള്ളിച്ച. പാട്ടൊന്നും ആയിട്ടില്ല. പാട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെടണ്ടേ, ഞാൻ കൊടുക്കുന്നുണ്ട്. അതൊക്കെ പറയും, അതൊക്കെ വരുള്ളൂ. സമയം കെട്ടും. പക്ഷേ ഇല്ലാതെ പുള്ളിയും കട്ട് ചെയ്ത് കളയും. അതും ലാലേട്ടൻ്റെ രണ്ടാമത്തെ ഇൻട്രസ്റ്റിംഗ്. ഞാൻ ആക്ച്വലി ട്രെയിലർ അസറായിട്ടുണ്ട്. ലാലേട്ടനും നമുക്കൊക്കെ ശരിക്കും പൊളിച്ചിട്ടുണ്ട്. അത് ഈ ചാക്കോച്ചൻ്റെയും ഫാദറിൻ്റെ ഒക്കെ കുറച്ച് കുറഞ്ഞ ട്രെയിലറിൽ ആണോ? അങ്ങനെ തോന്നിയായിരുന്നു. എനിക്ക് അങ്ങനെ തോന്നിയത് മാത്രമല്ല, ജനറലി അങ്ങനെയൊന്നുമില്ല. ഇല്ല, പടത്തിലെല്ലാരും ഉണ്ട്. സിനിമയാണല്ലോ നമുക്ക്. കഥയ്ക്കാണ്. അല്ല, ഞാനേ എനിക്ക് തോന്നുന്നു അവർക്ക് അതിൻ്റെ ഒരു കൺസേൺ ഉണ്ടെന്ന് തോന്നും. എന്ത് കൺസേൺ? ഇപ്പം ഞാനിപ്പോൾ ചാക്കോച്ചൻ്റെ ഫാദറിൻ്റെ അടുത്ത് വരുന്നേ, അവർക്ക് അങ്ങനെ അത്ര പ്രസൻസ് സിനിമയിലില്ല എന്ന് ഒക്കെ അവരങ്ങനെ പറഞ്ഞു. അവർ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറയാൻ വഴിയില്ല. നമ്മുടെ അടുത്തൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു. അവർക്ക് എൻ്റെ അടുത്ത് പറയാനുള്ള ഒരു ഫ്രീഡം ഉള്ളതുകൊണ്ടായിരിക്കണം. പക്ഷെ ഒരു പ്രശ്നം അവരുടെ മുഖത്ത് കാണുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പം നിങ്ങളുടെ പ്രസ് കോൺഫറൻസ് അല്ലേ ഇപ്പം? ഉണ്ട്. 11 മീഡിയ ഒക്കെ ഉള്ളതല്ലേ, എന്തെങ്കിലുമൊക്കെ അവർ വിളിച്ച് പറയുകയോ വരാതിരിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള വരാതിരിക്കാനൊന്നും പറ്റത്തില്ല. അതെങ്ങനെ വരാതിരിക്കാൻ പറ്റും? പറ്റില്ല. പക്ഷെ പടത്തിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ എല്ലാവർക്കും നേരത്തെ അറിയാം. എന്തൊക്കെയാണ് റോളിനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ബ്രീഫ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ അവരുടെ അടുത്തുനിന്നാണ് ഇപ്പം വരുന്നത്. അല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കൺസേൺ ഉള്ള കാര്യം അവർ പറഞ്ഞായിട്ട് ഞാൻ കേൾക്കുന്നു. ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു കൺസേൺ ഉണ്ടായി. ഉണ്ടാവില്ല. ഇതിപ്പോ ലാലേട്ടൻ്റെ മുമ്പൊക്കെ പറഞ്ഞിട്ടാണ് അവരുടെ വല്ല പോർഷൻസ് കുറച്ചെങ്കിലും പറഞ്ഞത്. ഇങ്ങനെ കുറയ്ക്കാനായിട്ടാ? അങ്ങനെ അവരെ എഡിറ്റ് ചെയ്യണ്ടോ? അവരെന്തിനാ എഡിറ്റൊക്കെ കാണിക്കേണ്ടായിരിക്കും? അവരെ കാണിക്കേണ്ടായിരിക്കും. മമ്മൂക്ക സീനിയറാണ്, ലാൽ സാർ സീനിയറാണ്. അവരെ കാണിക്കണം. ഇവരൊന്നും കാണിക്കേണ്ട. ഇവരെ കാണിച്ചു കഴിഞ്ഞാൽ കുഴപ്പം എന്താ അറിയാട്ടാ? ഇവരിങ്ങനെ ഓരോ ഷോട്ടും എടുത്ത് വെച്ചിട്ട് അത് എവിടെ പോയി, ഇതെവിടെ പോയി, സ്ലോ മോഷൻ ചുമ്മാ കിടന്ന് ചോദിച്ചോണ്ടിരിക്കും. നമുക്ക് ഷടന്മാരൊന്നും കാണിക്കണം. നമുക്ക് ലാലേട്ടനെ പോലെ അല്ലല്ലോ. ഒരിക്കലും അവരൊന്നും കാണിക്കേണ്ട. ചേട്ടൻ പറഞ്ഞാൽ കറക്റ്റ്, അതങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ സ്പോട്ട് ഔട്ട് ചെയ്യണമെങ്കിൽ അത് സംസാരിച്ച് തീർക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം അതെന്തിനാ ഇത്ര അവര് എന്റെ കൂടെ ആദ്യത്തെ സിനിമ ഒന്നുമല്ല. ഇതൊക്കെ ഉള്ളതല്ലേ പ്രസ് കോൺഫറൻസ് ഒക്കെ. വെറുതെ അതൊക്കെ അവര് വരും. വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വരില്ല എന്ന് പറഞ്ഞു.
തറപ്പിച്ചു പറഞ്ഞു. തറപ്പിച്ചു. പക്ഷെ വളരെ സീരിയസ്. ഭയങ്കര മോശവും അങ്ങനെ വന്നില്ലെങ്കിൽ ഭയങ്കര മോശവും. കാരണം പ്രൊഡ്യൂസറിനോട് ഞാൻ റെസ്പോൺസിബിൾ ആണ്, പല കാര്യങ്ങളും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അത് മനസ്സിലായി. എനിക്കും സത്യത്തിൽ ഞാനും ട്രെയിലർ കണ്ടു. ചേട്ടൻ അങ്ങനെ തോന്നി. എനിക്കും തോന്നി. വേറെ ആരും നമ്മളോട് ഈ കൺസേൺ പറഞ്ഞിട്ടില്ല. പിന്നെ അൾട്ടിമേറ്റ്ലി ഇതൊരു മമ്മൂക്ക ലാൽ സാർ സിനിമയാണ്. സുശീല അങ്ങനെ തോന്നുന്നു അല്ലേ? അതൊക്കെ അങ്ങനെ ആയിക്കോട്ടെ, നമുക്കിപ്പോ ഈ പ്രശ്നം തീർക്കണ്ടേ. അതിന് ചേട്ടാ സത്യം പറയാലോ, ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പോഴാണ് അറിയുന്നത്. മനസ്സിലായോ? പക്ഷെ ചേട്ടനിപ്പോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചേട്ടൻ വേണമെങ്കിൽ പോയിട്ട് നമുക്കൊന്ന് സംസാരിക്കും. നമുക്ക് എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റത്തില്ല. എനിക്ക് അവരോട് സംസാരിക്കാനേ പറ്റത്തില്ല. മഹേഷിന്റെ എങ്ങനെയല്ല ചേട്ടനെ പോലും ആള് സീനിയർ ആയിട്ട് ഒരു ഡയറക്ടർ സംസാരിക്കേണ്ടായിരിക്കും. ഞാൻ അവർ കേൾക്കും. പറഞ്ഞാൽ കേൾക്കും. അതിനോടുള്ള ട്രസ്റ്റും അടുപ്പവും. പിന്നെ ചേട്ടൻ എത്രയോ വർക്ക് ചെയ്തിരിക്കുന്നു. തീർച്ചയായിട്ടും എത്രയോ എത്ര വർഷം. പിന്നെ ഷൂട്ടുണ്ട്. എന്താ ഷൂട്ട്? വലിയൊരു ഷൂട്ടാണ്. പരസ്യമാണ്. അമേരിക്ക അമ്മേ ചേട്ടനത്ത് ഇനിയൊക്കെ ഏജൻസി പേടിക്കാണ്. പിന്നല്ലാതെ അങ്ങനെ ഏജൻസി പേടിക്കാറില്ല. ഞാൻ പറയുന്ന കാര്യം ഞാൻ അങ്ങനെ ചെയ്തത് സുശീലിനെ അറിയാം അല്ലേ? നമ്മൾ 3-4 പ്രോജക്റ്റ് എനിക്കങ്ങനെ എനിക്ക് വേണ്ടി റിക്വസ്റ്റ്, അതായത് ഒന്ന് പോയിട്ട് നോക്കി ഒന്ന് കണ്ടു അവരുടെ കൺസേൺ എന്താന്നുള്ളത് അവരോട് പറയുക. അല്ലേ? ഞാൻ പറയണം. അത് പറയാം. ചേട്ടനൊന്ന് പോയി ഒന്ന് നയത്തില് ചേട്ടൻ്റെ ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അല്ല അത് മനസ്സിലാവും. രീതി ഉണ്ട്. അതിന്റെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിടി കിട്ടും. അതായത് ഇവരിങ്ങനെ ഒരു കൺസേൺ അഡ്രസ് ചെയ്ത് എനിക്ക് പറയാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കും തുടങ്ങൂലേ? മനസ്സിലായി ഞാൻ. പക്ഷെ എനിക്ക് പോകേണ്ട കാര്യം പിന്നെ അവരെ കൂടെ ഇരിക്കും. പിന്നെ ഞാൻ ഇവിടത്തേക്ക് കുറച്ച് നേരം 5 മിനിറ്റത്തെ കാര്യമില്ലേ, 5 മിനിറ്റ് കൊണ്ട് ചേട്ടൻ അത് കൺവിൻസ് ചെയ്യാൻ പറ്റും. ചേട്ടൻ പറഞ്ഞാൽ കഴിയും. ഞാൻ പറയാം. പറഞ്ഞാൽ അവര് കേൾക്കും. മഹേഷും കൂടെ വാങ്ങ. നമ്മ പറയാം. മനസ്സിലായി. ഞാൻ ആദ്യം ഇപ്പോഴും അറിയുന്നത് കേട്ടോ ഇവർക്ക് ഇങ്ങനെ കൺസേൺ കണ്ടോ. അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ അറിഞ്ഞിട്ട് നീ തന്നോട് പറഞ്ഞു സാറിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നത്. നിങ്ങൾ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഉണ്ട്. നോക്കാം. ശരിയാട്ടെ, ഒന്ന് പറഞ്ഞ് ശരിയാക്കണേട്ടാ. പറയാം. കുത്തിത്തിരിപ്പെന്ന് പറഞ്ഞു. ആശാൻ പടവും കണ്ടില്ല. ഞാൻ അവരെടുത്ത് പോയിട്ട് പറയാ. വരുന്നുണ്ട്. ഹലോ, 100 നാക്ക് വയലിട്ടിട്ടുള്ളൂ. എല്ലാരും പറയുന്നത് മഹേഷ് പറഞ്ഞു. ഞാന് ഇത് വളരെ വലിയൊരു ഷൂട്ടിന്റെ ഇടയിലാണ്. ശരീരമൊക്കെ ചെറുതായ ഞാന് ഒന്ന് നോക്കണ്ടേ. വെരി ഗുഡ്. ഇപ്പൊ സംവിധാനം മാത്രമല്ലല്ലോ, ആക്ടിങ് ഉണ്ടെന്നല്ലേ? നന്നായിരുന്നു. താങ്ക് യു. ഈ ഫിലിം ആഡ് ഫിലിമാണ്. ആഡ് ഫിലിമാണ്. അമേരിക്കൻ വലിയ ബ്രാൻഡാണ്. ഒരു അമേരിക്കൻ പ്രൊഡക്റ്റ് ആണ്. ബ്രാൻഡുകളല്ലേ പ്രകാശ് ചെയ്യുന്നത്? അതെ, ഞാൻ ഒരു ബ്രാൻഡല്ലേ? അങ്ങനെ ചെറിയ ഞങ്ങളുണ്ടെന്ന് അറിഞ്ഞ ഞാന് ഇൻഫാക്ട് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ ഞാൻ ചാക്കോച്ചനും അവിടെ ഉണ്ടല്ലോ. അവരെല്ലാവരും അവിടെ ഉണ്ട്. പക്ഷെ ഞാൻ സിനിമ ഞാൻ സിനിമ കണ്ട്. ഈ സിനിമ ഈ സിനിമ മനുഷ്യനെ കാണിച്ചിരുന്നു. ഒരു രക്ഷയില്ല. ബ്യൂട്ടിഫുൾ. അതിന്റെ ആക്ഷൻസ് നിങ്ങൾ രണ്ടുപേരും അൺബിലീവബിൾ പെർഫോമൻസ്. പറയാതിരിക്കാൻ നിന്നില്ല. കാര്യം അത് നമുക്കിങ്ങനെ അതിൻ്റെ അത് പല മൊമെന്റുകളും എനിക്കിങ്ങനെ പല ദിവസങ്ങളായിട്ട് ഞാൻ കണ്ടിട്ട് കുറച്ച് ദിവസമായി. ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടല്ലേ? അവിടെ കുറെ ധാരാളം പേരുണ്ടല്ലോ, ഇഷ്ടം പേരുണ്ട്. പക്ഷെ ഒരു ഫോട്ടോ എടുത്തട്ടെ. ചുമ്മാ ഒരു രസം. എന്തിനാട്ടെ വെറുതെ ചുമ്മാ ഫോട്ടോഗ്രാഫി എപ്പോഴും ഡ്രീം. സിനിമ കണ്ടല്ലേ? വെരി ഗുഡ്. കണ്ടോ സിനിമ കണ്ടെന്ന്? ഉണ്ടിട്ട് ധാരാളം ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ മമ്മൂക്കയും ലാലേട്ടനും ഇങ്ങനെ എടുത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെയാണോ? എല്ലാരും ഇല്ലേ? ഞങ്ങൾ മാത്രമല്ല, ഒരുപാട് ആക്ടേഴ്സില്ലേ. ഇപ്പൊ ഫാദുണ്ട്, ചാക്കോച്ചനുണ്ട്, പിന്നെ നയൻതാര തുടങ്ങി രേവതി, അങ്ങനെ എത്രയോ പേരുണ്ട്. ഉണ്ട്, ധാരാളം പേരുണ്ട്. എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം എന്താ, നിങ്ങൾ രണ്ടുപേരും പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ചാക്കോച്ചനും ഫാദൊക്കെ അങ്ങനെ അത്ര ഒരു ഇതൊന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ മാത്രമല്ല, ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ഉണ്ട്, ട്രെയിലറൊക്കെ ഇറങ്ങി. സോഷ്യൽ മീഡിയയിലുണ്ടോ? അല്ല, എനിക്ക് തോന്നുകയും ചെയ്തു. എനിക്ക് തോന്നി. അവർ നിങ്ങളോട് അങ്ങനെ വല്ലതും പറഞ്ഞു? ഞാനിപ്പോ അവരെ കണ്ടപ്പോ ചാക്കോച്ചനും ഫാദും ഇതേ ടോപ്പിക്കിനെ പറ്റി ഞാനൊന്നും ചോദിച്ചിട്ടില്ല, ഞാനൊന്നും പറഞ്ഞില്ല. പറഞ്ഞോ?
എന്നോട് അവർ അവിടെ റോൾ ചെയ്തതെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു അവർക്കത് ഫീൽ ചെയ്യുന്നു പറഞ്ഞു. അവർക്ക് അത് ഫീൽ ചെയ്തത് മാത്രമല്ല, അവർ കുറച്ച് ടെൻഷനിലാണ്. ഹോസ്പിറ്റലിൽ പോയിട്ട് ഇനി എന്തെങ്കിലും അവരെങ്ങനെയൊക്കെ അവര് പറയാൻ ചാൻസ് ഇല്ല. പക്ഷെ അവർ പറയുന്ന പറ്റോ നിങ്ങളോട് പറഞ്ഞോ? പറയാതെ തന്നെ നെഗറ്റീവായിട്ടുള്ള റിയാക്ഷൻസിലെ ആൾക്ക് മീഡിയ ഒക്കെ അല്ലേ അവരെന്താണ് പിക്ക് ചെയ്യുന്നത്, സംസാരിക്കുന്നത് വലിയൊരു സിനിമയല്ലേ. അപ്പൊ അവരെൻ്റെ അടുത്ത് അങ്ങനെ ഒരു കൺസേൺ പറഞ്ഞു. അതെങ്ങനെയെങ്കിലും സോർട്ട് ഔട്ട് ചെയ്ത് അത് സോർട്ട് നമുക്ക് വേണമെങ്കിൽ ഇയാൾ മഹേഷ് വിളിച്ചിട്ട് റീ എഡിറ്റ് ചെയ്യണോ വല്ലതും പറഞ്ഞോ? എഡിറ്റ് ചെയ്യാൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ, ഒരു ഫോട്ടോ. എന്തിനാ ചുമ്മാ വെറുതെ ഇരിക്കട്ടെ. റീ എഡിറ്റോ ഇത് ഇനിയോ? റീ എഡിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യണമല്ലോ. ഇപ്പം പറയണമല്ലോ. ഇത്രയും പടങ്ങൾ ചെയ്യുകയും എഡിറ്റ് ചെയ്യുന്ന ആളെ വേണം, എന്തെങ്കിലും സജഷൻസ് പറയണ്ടാവും. എനിക്ക് പറയണമെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിച്ച് ഞാൻ വന്ന് പറയാം. പക്ഷെ റീ എഡിറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്യണ്ടേ? അല്ല, അങ്ങനെ നിങ്ങൾക്ക് റീ എഡിറ്റ്, നിങ്ങൾ പടം കണ്ടപ്പോൾ റീ എഡിറ്റ് ചെയ്യണം തോന്നിയോ? എനിക്ക് വേറെ ഒന്നുമല്ല, കുറച്ചും കൂടെ അവരെയൊക്കെ ഇച്ചിരി കൂടെ അവരുടെ എക്സ്പോഷറും കൂട്ടിയാൽ നന്നായി എനിക്ക് തോന്നുന്നു. മ്യൂസിക്കൊക്കെ ആയില്ലേ? എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അവർക്ക് അങ്ങനെ ഫീൽ അല്ലെ എന്തെങ്കിലും ചെയ്യാനുള്ള അവർക്ക് ആ കൺസേൺ ഉണ്ടാ ഉണ്ട്. ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാര്യം പ്രസ് കോൺഫറൻസ് നടക്കുന്ന സമയത്ത് വെറുതെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഇന്നത്തെ നീ എന്നറിയാലോ എന്തൊക്കെയാണ്. ഒരു ഫോട്ടോ എടുത്തോട്ടെ. എന്തിനേട്ടാ? വെറുതെ ചുമ്മാ അല്ല, 2-3 ഇരിക്കട്ടെ. നല്ല എക്സ്പ്രഷൻസ്, നല്ല എക്സ്പ്രഷൻ. എന്താ ചെയ്യാ? അപ്പൊ അവരെ വിളിച്ച് സംസാരിക്കുന്നത്, അവര് സംസാരിച്ച് അവരെ വിളിച്ച് സംസാരിക്കുന്നത് നന്നായിരിക്കും. എന്ത് പറയണം? അവർക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ അത് സംസാരിച്ച് തീർക്കുക. വലിയ ഭാഗ്യല്ലേ പ്രകാശ്, അത് അല്ലെങ്കിൽ നമ്മൾ കഴിയുമല്ല. ഞാനൊന്ന് എനിക്ക് പ്രകാശിനോടല്ലേ അവര് അല്ല അമേരിക്കക്കാരല്ല പ്രകാശിനോടല്ലേ അവരിത് പറഞ്ഞത്. മോനെ മോനെ, ആ നമ്മുടെ ബോബനെ ഫഹദിനെ ഒന്ന് വിളിക്കാം. എന്താണ് കുടിക്കാൻ? എന്താണ്? ഒന്നും ഞാൻ കഴിച്ചു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരുന്ന വഴിക്കാണ് അവരെ കണ്ടത്. കാര്യം കുറെ പേര് വെയിറ്റ് ചെയ്തിരിക്കും. അല്ല, അത് ശരി, ഒരു ഫോട്ടോ എടുക്കണ്ടേ? 4-5 ചുമ്മാ എനിക്ക് അവര് വന്നിട്ട് ഇപ്പൊ അല്ല, നമുക്ക് എന്താ പറയാ, പ്രകാശിന് തന്നെ ഒരു കൺസേൺ ഉണ്ട്. അവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞു തീർക്കണം. കാരണം വലിയ പടമല്ലേ? അല്ല, തീർക്കാം തീർച്ചയായിട്ടും. പിന്നെ അത് മാത്രമല്ല, അല്ല, സിനിമ കണ്ട ഞാനത് ആണല്ലേ? അസലായിട്ട് ഒരു രക്ഷയില്ല. അതിന്റെ ഒരു ടെമ്പോ, അത് എഡിറ്റ് ചെയ്തിരിക്കുന്ന മാഷൂനെ എഡിറ്റർ നേരത്തെ അറിയാവുന്നതാണ്. നല്ല ബന്ധമാണ്. സിനിമ കണ്ടില്ലേ? കണ്ടില്ലേ സിനിമ? ഞാൻ കുറച്ച് കണ്ടു. ഞാനും ഫുള്ളായിട്ട് കണ്ടോ? എനിക്ക് അറിയത്തില്ല. ഫുള്ളായിട്ട് ഞാൻ കണ്ടു. ഫുള്ളായിട്ടില്ല ഞങ്ങൾ കാണാം. ഞങ്ങൾ ഫുള്ളായിട്ട് ഞാൻ മുഴുവനായിട്ട് ആണോ? മുഴുവനായിട്ട് കണ്ട? ആദ്യം അവസാനം കണ്ടു. ഞാൻ ക്ലൈമാക്സ് ഒക്കെ എങ്ങനെയുണ്ട്? അസലല്ലേ? നല്ല മ്യൂസിക് ഒക്കെ അല്ലേ? ആസാദ് മ്യൂസിക്. പിന്നെ സുഷീൻ അറിയാലോ, ഫോട്ടോഗ്രാഫി ബ്രില്യന്റ്, ഒരു സംശയമില്ല. ഞാനിപ്പോ ഇങ്ങനെ ഒരു കൺസേൺ ഉള്ള ഒരുപാട് ലൊക്കേഷൻസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെ? UK, അസർബൈജാൻ, ദുബായ്, സിലോൺ, ഫോറിൻ കൺട്രീസ്. ഇവിടെ ഉള്ളു. എനിക്ക് കൊച്ചി അത്രേ ഉള്ളൂ അല്ലേ? നേരത്തെ പറഞ്ഞായിരുന്നു കൊച്ചി മാത്രമേ ഉള്ളൂ. ഡൽഹി പറഞ്ഞ ഞാൻ കണ്ടായിരുന്നു. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഉണ്ടായിരിക്കും. അല്ല, ഞാനുള്ള ആരോട് പറയും. അല്ല, എന്തായാലും ഞാനിപ്പം രണ്ടുപേരും ഒരുമിച്ച് കണ്ട സ്ഥിതിക്ക് ഞാനൊരു കഥ എഴുതിയിട്ടുണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല. കഥ എഴുതിയാ? ഞാനാ ഒരു രണ്ടുപേരും ഉണ്ട്. അത് ഞാൻ ഏകദേശം ഒരു ലാസ്റ്റ് ഡ്രാഫ്റ്റിൽ ഇരിക്കാൻ. നമുക്കൊരു കാര്യം, ഇവരെയും കൂടെ ചേർക്കണോ? കൊച്ചിനെയും അത് വേണ്ട. ഒരു ഫോട്ടോ എടുത്തട്ടെ. ചുമ്മാ എനിക്ക് പുള്ളിയൊരു ഫോട്ടോഗ്രാഫി ഹോബി. അതുകൊണ്ടല്ല, ഇത് എപ്പോഴെങ്കിലും പിന്നെ കാണുകയല്ല. അല്ല, ഇതിനു മുമ്പ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ എടുത്തിട്ടില്ല. ഇതിനൊരു കാരണമുണ്ട്. പിന്നെ ഫോൺ വാങ്ങിച്ചതിൻ്റെ അതായത് പോർട്രേറ്റ്സ് കളക്ട് ചെയ്യുന്ന ഒരു സ്വഭാവം ആൾക്കാർ അല്ലേ? മനസ്സിലായി. നമ്മളെപ്പോഴും ഒബ്സർവേഷൻ വേണ്ടേ? തീർച്ചയായിട്ടും അത് വേണം. പിള്ളേരെ കണ്ടാലും നിങ്ങൾ സൂക്ഷിച്ചു നോക്കും. നിങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്ന? ഞങ്ങൾ ഇവിടെ ഉണ്ടായില്ല, ഇങ്ങോട്ട് വന്നില്ല, കണ്ടില്ല. കഴിച്ച പോലെ കഴിച്ച പോലെ ചേട്ടൻ പോയില്ലേ? ഇല്ല, ഞാൻ എന്താണ് ചോദിക്കാൻ? എന്താ പ്രശ്നം? അല്ല, നേരത്തെ നമ്മളവിടെ സംസാരിച്ചില്ലേ? നിങ്ങളുടെ റോള് പോരുന്നോ, ലെങ്ത് കുറഞ്ഞെന്നോ? അല്ല, ചേട്ടൻ പടം കണ്ടായിരുന്നല്ലോ. ഞാൻ പടം കണ്ടു.
ഞാൻ പടം കണ്ടല്ലോ. അതാ അപ്പൊ ചേട്ടൻ പറഞ്ഞിങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെ റോള് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി. അല്ല നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, പിന്നെ നമ്മളതിനെ പറ്റി സംസാരിച്ചല്ലോ, നിങ്ങളും പറഞ്ഞല്ലോ. അല്ല ചേട്ടൻ പറഞ്ഞ കാര്യം ഞങ്ങൾ 40 ദിവസം ഷൂട്ട് ചെയ്തായിരുന്നല്ലോ. പക്ഷെ പുള്ളി പറഞ്ഞത് കാണുമ്പോ അങ്ങനെയൊന്നും ഇല്ല, ഒരു 4 ദിവസം പോലും ഇല്ലാത്തൊരു ഫീലാണ് ഉള്ളതെന്നൊക്കെ. അതെ, ഒരു ഈ ചെറിയൊരു ഷോർട്ട് ക്യാമ്പിയോ പോലെയൊക്കെ അല്ലേ? അങ്ങനെയല്ല നിങ്ങളല്ലേ പറഞ്ഞ. അല്ല ഞാനിവിടെ എന്തിനാ വെച്ചാൽ അത് പറഞ്ഞത്, ഇത് മീഡിയ, ഇനിയിപ്പോ പ്രസ് കോൺഫറൻസ്, ഇതിന്റെ ഇടയ്ക്ക് ഇനിയിപ്പോ നിങ്ങൾക്കൊരു ഭാവ വ്യത്യാസം ഒന്നും വന്നിട്ട് പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം പുള്ളി പറഞ്ഞ് തീർക്കാമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊന്ന് ചോദിക്കാൻ വേണ്ടി ചോദിക്കാം. എന്താണ് പ്രശ്നം? ഞങ്ങൾക്ക് പറ, എന്താണ് കാര്യം ഞാൻ പറഞ്ഞു ഇത് കേൾക്കും, അതാണല്ലോ ഞാനിവിടെ വന്നത്. അതെ, പുള്ളി പറഞ്ഞിട്ടാണ് നമ്മളെ വിളിപ്പിച്ചത്. അതെ. പുള്ളി അങ്ങനത്തെ നമുക്ക് രണ്ടുപേരും പരിചയമുള്ള അതെ, എന്താ കാര്യം ചോദിച്ചു. ഇവർക്ക് എന്താണ് ലിങ്ക് കുറഞ്ഞു പോയത്? എന്താണ്? അല്ല ചേട്ടൻ പറഞ്ഞു ഇപ്പം പടം കണ്ടു 4 ഹീറോസ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. പക്ഷെ പടം കണ്ടപ്പോൾ അങ്ങനെ ഒരു 4 ഹീറോസ് എന്നുള്ള ഫീലേ ഇല്ല. 2 പേരെ കണ്ടുള്ളൂ. 4 ഹീറോസ് ഇല്ലേ ഈ പടത്തിൽ? ശരിക്കും 4 ഹീറോ 4 ഹീറോസ് ഇല്ല ഈ പടത്തിൽ. 4 ഹീറോ ഇതിൽ 2 ഹീറോസേ 2 പേരും ഉണ്ട്. അതെ. അത് ഞങ്ങൾ രണ്ടുപേരും അല്ല, ആണോ? സാധാരണ ഒരു ഹീറോ എന്തൊക്കെ ഒരു പടത്തിൽ ചെയ്യുന്നേ? ഇപ്പോ സോങ് ഉണ്ട്, സോങ് ഉണ്ട്, പാട്ട് പാടും, റൊമാൻസ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, ഇല്ലേ? ഇതൊക്കെ അറിയ പടത്തിൽ ചെയ്യുന്നു. ചാക്കോച്ചനല്ലേ പിന്നെ ആരാ ഹീറോ? അല്ലേ? ആണല്ലോ, അപ്പൊ പിന്നെ കുറച്ചും കൂടെ വേണമല്ലോ. നല്ല തട്ടപ്പൊളിപ്പൻ ചട്ടപ്പട്ടപ്പൻ ഡയലോഗ് പറയണ ആരാ? ഹീറോ അല്ലേ? കൊഞ്ച ഡയലോഗ്സ് ഒക്കെ അല്ലേ? ഈ പടത്തിൽ അതൊക്കെ ആരാ പറയുന്നത്? അത് ഹീറോ. ഫഹദാണ് ഹീറോ. ഇത് രണ്ടും ഞങ്ങൾക്കില്ല. റൊമാൻസ് ഇല്ല, പാട്ടില്ല, ഡയലോഗ് അങ്ങനെ പടപടപ്പുണ്ടായി. അല്ല, അതില്ല. ഫൈറ്റ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പറയാം എന്റെ ഏറ്റവും ചെറിയ റോള്, അതിന് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ റോൾ എന്റെ റോള്, എന്റെ റോളാണ്. അല്ല, പക്ഷെ ഞാൻ ഈ പറഞ്ഞ് എല്ലാരും പറയുന്ന കാര്യം, പ്രകാശിന് എന്താ വേണ്ട? അല്ല നിങ്ങൾ എന്താ വെച്ച പ്രകാശിന് വേണ്ടത് ഇപ്പൊ കൊടുക്കാൻ പറ്റില്ല, പുറത്തോട്ട് മാറിയിട്ട്. അല്ല, ഇത് നിങ്ങൾ അതായത് എനിക്ക് എന്തോ ഒരു കംപ്ലൈന്റ് പറഞ്ഞു. അത് ഞാനൊന്ന് ഞങ്ങള് കംപ്ലൈന്റ് ഒന്നും പറഞ്ഞില്ല. പിന്നെ അതായത് പ്രകാശേട്ടൻ വന്നിട്ട് പറഞ്ഞു പടം കണ്ടു, പുള്ളി ഫുള്ള് പടം കണ്ടു. അപ്പൊ അതില് പടം കണ്ടു, ഞാൻ ഫുൾ പടം കണ്ടു. അപ്പൊ ഞാൻ അതല്ല പറയുന്നത്, എന്താ മീഡിയക്ക് മുമ്പേ എന്താ ഒന്നുമില്ല. പടം ഇതുവരെ ഫസ്റ്റ് കോപ്പി ആയിട്ടില്ല, പിന്നെ എങ്ങനെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാ? ഫോട്ടോ കൊറേ ആയിരുന്നു. കുറെ ആട്ടെ, കുറെ എക്സ്പ്രഷൻസ് ആയി. ഇത് നല്ലതാ, ഇതല്ലേ നല്ലതാ, ചിരി അസലായിട്ടുണ്ട്. ഇരിക്കട്ടെ, ഇരിക്കട്ടെ. നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റാ? അല്ല, നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് ഈ മീഡിയക്ക് മുമ്പ് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാതെ, ഇപ്പൊ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഇല്ല, പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ സംസാരിച്ച് തീർത്തു. ഞാൻ അങ്ങോട്ട് നമുക്ക് സംസാരിച്ചു തരേ. നമുക്ക് കാര്യം ചെയ്യാം. മഹേഷിനെ വിളിക്കാം കുറച്ചുകൂടെ ഡീറ്റെയിൽ. മഹേഷിനെ വിളിക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ നമുക്ക് മഹേഷിനെ വിളിക്കണം. സോഷ്യൽ മീഡിയ നിങ്ങൾ മഹേഷിനെ വിളിക്കുന്ന. അതെ, എന്ന് വെച്ചാൽ ഇത് ഇപ്പൊ വന്നിട്ടുണ്ട് അമേരിക്കക്ക്. അമേരിക്കയിലൊക്കെ വിളിക്കാൻ പറഞ്ഞിട്ട് അവർ വന്നിട്ട് പറഞ്ഞു പോയി 5 മിനിറ്റ്. ഒരു കോൾ ചെയ്തിട്ട് വരാം. ഞാൻ വയറ് നിറച്ച് ഫോട്ടോ എടുത്തോ, ഞാനൊരു ഫോട്ടോ എടുത്തു. എല്ലാരും എന്നിങ്ങനെ ഫോട്ടോഗ്രാഫി 5 minutes, 5 minutes. ഓക്കെ, ആയിക്കോട്ടെ. റിലാക്സ്. ഫസ്റ്റ് കോപ്പി കണ്ടു. ഫസ്റ്റ് കോപ്പി ഫസ്റ്റ് കോപ്പി നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ടു. ഞാൻ പടം എവിടെ കണ്ടു? മഹേഷിനെ കാണിച്ചു. അത് ഞാൻ പെട്ടെന്ന് ഒരു കോൾ ചെയ്തിട്ട്. അല്ല, അല്ല ഇവിടെ എഴുതിയിട്ടില്ലാണ്. എന്നെ ഇവിടെ പ്രിവ്യൂ തിയേറ്ററിൽ ഇട്ട് എനിക്ക് മഹേഷുമായിട്ട് നല്ല ബന്ധമുണ്ടല്ലോ വർഷങ്ങൾ. മ്യൂസിക് കംപ്ലീറ്റ് ആയിട്ടാ? മ്യൂസിക് ഒക്കെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. കേട്ടിടത്തോളം അസലാണ്. മഹേഷ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വിളിച്ച് അഭിപ്രായമൊക്കെ ചോദിക്കാറുണ്ട്, സജഷൻസ് ഇതിനു മുമ്പും. അപ്പൊ ഇത് വലിയ പണല്ലേ. മഹേഷ് എഴുതുന്നുണ്ട്. മഹേഷ് പ്രകാശിനെ കണ്ടില്ലേ? കണ്ടു സാർ, കണ്ടു. ഞങ്ങൾ കണ്ടായിരുന്നു. ഞാൻ നേരത്തെ അവിടെ സംസാരിച്ചത്. നിങ്ങളുടെ സംസാരം കഴിഞ്ഞാ? മഹേഷ് പ്രകാശ് പടം കണ്ടു. മഹേഷ് പ്രകാശിനെ പടം കാണിച്ചു. പടം കണ്ടോ? ഇവർക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അതിപ്പോൾ നമ്മൾ സോർട്ട് ചെയ്തു. പ്രകാശിൻ്റെ പടം കണ്ടേ? എന്റെ കൂട്ടുകാരൻ
എന്നെ പാട്ടാൻ പെട്ടെന്ന് അപേക്ഷിക്കാൻ പെട്ടെന്ന് കൂട്ടുകാരൻ കണ്ടിട്ട് ചേട്ടൻ അമേരിക്കൻ അമേരിക്കൻ പൈലറ്റ് അവിടെ ഒന്നും ഫോളോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അല്ല ഞാൻ നമ്മൾ വളരെ സെക്യൂർ ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഫയലാണ്. പിന്നെ എങ്ങനെ ചേട്ടൻ കണ്ട? അല്ല ചേട്ടൻ പറയല്ലേ ഞാൻ കുറഞ്ഞു പോയി ചാക്കോച്ചൻ കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞില്ലേ. ചേട്ടൻ കണ്ടു എന്നാണ്, കൂട്ടുകാരനല്ല ചേട്ടനല്ല. സീരിയസ് പ്രശ്നമാണ് കേട്ടോ. അങ്ങനെ പടം പുറത്തുനിന്ന് ഒരാൾ കണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയണം. അല്ല നമുക്ക് അത് അറിയണ്ടേ നമുക്ക്. നമ്മൾക്ക് ഒരു അല്ല അത് അങ്ങനെ നമ്മൾ കാണിക്കാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ആരെയും കാണിക്കുന്ന സമയത്തല്ലേ കാണിക്കേണ്ട കാര്യം. പുറത്തുനിന്ന് കാണാൻ പടം റെഡിയാവണ്ടേ, പടം കോപ്പി ആവണ്ടേ. അങ്ങനെ കാണിക്കാൻ പാടുള്ളൂ, അല്ല അതിന് മുമ്പ് കാണിക്കേണ്ട കാര്യം. ഞാൻ തന്നെ എന്റെ ഫുള്ള് കണ്ടിട്ടില്ല. അതെ ഞാൻ കാണിച്ചിട്ടില്ല. അത് ഞാൻ ട്രെയിലർ ട്രെയിലർ ഉണ്ട് അഭിപ്രായം പറയുന്നത്. ട്രെയിലർ ഉണ്ട് അഭിപ്രായം. അല്ല അത് മാത്രമല്ല മ്യൂസിക്കിന്റെ കുറച്ച് സജഷൻസും കൂടെ പ്രകാശേട്ടൻ പറഞ്ഞതാണ്. മ്യൂസിക് മാത്രമല്ല, എപ്പോഴും നിങ്ങൾ പടം എടുത്തു കഴിഞ്ഞാൽ പുള്ളിയെ കാണിക്കും, സെഷൻസ് ചോദിക്കും, അത് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ആ പ്രകാശേട്ടൻ സാധാരണ പരസ്യമൊക്കെ എനിക്ക് ഇങ്ങനെ കട്ട് ഡൗൺ ചെയ്യാം, അല്ല 30 seconds ആക്കണം, അതെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, 5 minute ഉണ്ട് ഇപ്പൊ ഡയറക്ടേഴ്സ് കട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അയക്കാറുണ്ട്. എന്താ ഇപ്പൊ വേണ്ട? ഈ ഞാനീ പറയും സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഞാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ അല്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ അച്ഛൻ ഉണ്ടായിരുന്നു. എനിക്ക് എന്താ അറിയേണ്ടത് പറ. പടം ആരെ കണ്ടു? അമേരിക്കയിൽ ആരാണ് ഫ്രണ്ട്? ഫ്രണ്ടിനെ നമുക്ക് കാണണമല്ലോ. ക്ഷമിക്കണം, ഞാൻ പടം കണ്ടിട്ടില്ല, സത്യത്തിൽ കണ്ടിട്ടില്ല. എനിക്ക് ചെറിയൊരു തോന്നിയപ്പോ ഞാൻ ഇവിടുത്തെ ട്രെയിലർ കണ്ടപ്പോ ട്രെയിലർ ഇതൊരു തമാശയായിട്ട് വിചാരിച്ചാൽ മതി അല്ലേ? അത് ശരി. അപ്പൊ എല്ലാരും കൂടെ എന്നെ ആക്കിയാണ്. ശരി ശരി. അപ്പൊ ഈ ഫോട്ടോ എടുക്കൽ പരിപാടി ഇതിന്റെ ഭാഗമാണ്. ഫോട്ടോ ഒക്കെ തരാം, കോപ്പി ഒക്കെ തരാം. പല പല എക്സ്പ്രഷൻസ് ഉണ്ട്. ഇന്നലെ കണ്ട പരിചയം പോലും അല്ല ചേട്ടൻ ഞങ്ങള് ഇല്ലാന്ന് പറഞ്ഞിരുന്നു. ഒരു ഫോട്ടോ എടുത്തു. ഞാൻ ചിരിച്ചിരില്ല. നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കാം ഈ സിനിമയെ പറ്റി ഞങ്ങൾക്ക് ആരോടും. ട്രെയിലർ കണ്ടു എന്ന് പറഞ്ഞാൽ ട്രെയിലർ ആയിരുന്നു അല്ലേ? ആബ്സല്യൂട്ട്ലി. അത് ഇൻഫാക്ട് ഇങ്ങനെ ഇപ്പം ഇവിടെ ഇരുന്ന് നിങ്ങളെ എല്ലാവരെയും കിട്ടിയ സ്ഥിതിക്ക് ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിലും ഇൻഫാക്ട് ആ ഒരു സിറ്റുവേഷൻ കിട്ടിയ സ്ഥിതിക്ക് ചോദിക്കേണ്ട മൂന്നാലിരുന്ന് കാര്യം, മലയാള സിനിമയുടെ നമ്മൾ പല ബാരിയേഴ്സും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ സ്റ്റോറി ടെല്ലിംഗ്, നമ്മുടെ കോണ്ടന്റ് ഭയങ്കര പ്യുവർ ആയിട്ടുള്ള. Of course, I know how you understand story and capture and narrate. പക്ഷെ അതിൻ്റെ സ്കെയിലും മാസീവ് സ്കെയിൽ, അതിൻ്റെ അതൊരു കോണ്ടന്റ് ഉണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടൊരു പോയിന്റ് ഉണ്ടെന്നും ഇത്രയും ആക്ടേഴ്സും നമ്പർ ഓഫ് ആക്ടേഴ്സ്, അത് ശരിക്കും എക്സൈറ്റിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം ഇൻഫാക്ട് ഏത് പോയിന്റ് കാര്യം എന്ത് സിനിമ ഒരു സബ്ജക്റ്റ് തുടങ്ങുമ്പോൾ ജസ്റ്റ് ഒരു തോട്ടല്ലേ, ഒരു ചെറിയൊരു തോട്ട് അവിടെ നിന്ന് വളർന്ന് ഈ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അതെവിടെയായിരുന്നു ആ തുടക്കം ആക്ച്വലി? അല്ല, ഒരു സിനിമ എപ്പോഴും കുറച്ച് നമ്മളോട് ട്രാവൽ ചെയ്യാം. അതെ, ഒരു ഐഡിയ ട്രാവൽ ചെയ്ത് തുടങ്ങിയ ശേഷം ഒരു ഏതാണ്ട് രൂപമൊക്കെ ആയി കഴിഞ്ഞിട്ട് ഒരിക്കലും ആക്ടേഴ്സിനെ വെച്ച് എഴുതാറില്ല. അത് ഒരു ഫോം ആയതിനു ശേഷം ഞാൻ മമ്മൂക്ക എടുത്ത് പോവായിരുന്നു. മമ്മൂക്ക എടുത്താണ് ഞാൻ ആദ്യം കാരണം ഇതിനകത്ത് ഇതൊരു പ്ലോട്ട് ഡ്രിവൺ സിനിമയാണെങ്കിൽ പോലും ഇതിനകത്ത് ഒരു എന്താ പറയുന്നത്, ഒരു ക്യാരക്ടറിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡാനിയൽ ജെയിംസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ കൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മമ്മൂക്കയുടെ അടുത്തേക്ക് ആദ്യം ഈ കഥയായിട്ട് ചെല്ലുന്ന സമയത്ത് മമ്മൂക്കയ്ക്ക് ആദ്യം തന്നെ ഇത് ഒരു പോയിന്റ് എത്തിയപ്പോഴേക്കും നമുക്ക് ഡൗട്ട്സ് വന്നു. കാരണം ഇത് സ്കെയിൽ കൂടുതലാണ്, ഇതെങ്ങനെ മാനേജ് ചെയ്യാം. അപ്പൊ തന്നെ ഞാൻ നമുക്ക് ചാക്കോച്ചനുണ്ട്, ആ ക്യാരക്ടർ ആരാണെന്ന് ചോദിച്ചു. അപ്പം ഇവരൊക്കെ ഓൾറെഡി അല്ല, ഞാൻ മനസ്സിലങ്ങ് പറയുവാണ്, ഇവരൊന്നും എനിക്കറിയില്ല. ഞാൻ ഇവരുടെ കാര്യം പറഞ്ഞു നോക്കാം. ഞാൻ ആദ്യം മമ്മൂക്ക എടുത്ത് പറഞ്ഞിട്ട് പിന്നെ ഗ്രാജുവലി ഓരോരുത്തരോട് പറയാം. അപ്പം ഈ ക്യാരക്ടർ ആര് ചെയ്യുന്നു നമുക്ക് ചോദിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ചാക്കോച്ചനെ ഞാൻ ആലോചിക്കുന്നുണ്ട്, അപ്പൊ ഇതാരായിരിക്കും. അത് ഞാൻ ഫഹദിനെ ഹലോ ഫ്ലൈറ്റിൽ ഇരിക്കട്ടെ ഇരിക്കാം. കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെയാണ്. അതെ, അപ്പൊ ഞാനത് ഇത് കഴിഞ്ഞ് ഞാൻ നമുക്കിവിടെ പറയുന്നത് നമ്മൾ ഫഹദിനാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പൊ നിങ്ങളെന്നാ സംസാരിച്ചു തുടങ്ങി എന്ന് പറഞ്ഞ് അങ്ങനെ
ഇതങ്ങനെ ഒരു വലിയ സിനിമ എന്നുള്ളത്, സിനിമയ്ക്ക് വിഷയം ഉണ്ടെന്നുള്ളത് അറിയാം. ആ വിഷയത്തിനോടൊപ്പം ഇതിനൊരു ഒരു ബഡ്ജറ്റ് ആകുമെന്ന് നമുക്കറിയാം. അപ്പം പക്ഷെ ആരെയും നമ്മൾ താരങ്ങളായിട്ടൊന്നും അങ്ങനെ താരങ്ങളായിട്ടല്ല യൂസ് ചെയ്തേക്കുന്നത്. എല്ലാവരും ക്യാരക്ടേഴ്സാണ്, സിനിമയ്ക്കകത്ത് എല്ലാവരും ക്യാരക്ടേഴ്സാണ്. പിന്നെ ആ സിനിമ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പ്രൊഡക്ഷൻ ഇപ്പം എൻ്റെ എല്ലാവരുടെയും ഭാഗത്തുനിന്നാണെങ്കിലും ബാക്കിയുള്ള പ്രൊഡ്യൂസർ സൈറ്റിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും എല്ലാവരും ഒരു വളരെ എന്താ പറയുക, ഒരു ഒരേ മനസ്സോടുകൂടി സിനിമ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടുള്ളൊരു ശ്രമം നടത്തി എന്ന് വേണം പറയാൻ. അങ്ങനെയാണ് ഇതുണ്ടായത്. ഇത്രയും കാര്യം പറഞ്ഞില്ല. എന്താണ് ഈ പുള്ളിയുടെ അല്ല അങ്ങോട്ട് വരുന്നുണ്ട്. അത് വിട്ടുപോയതല്ല. അല്ല, അതിൻ്റെ ഒറിജിനൽ സ്റ്റോറി നമ്മൾ ആദ്യം ആലോചിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു നാഷണൽ സിനിമയൊക്കെ ആക്കണ്ടേ, വലിയ സിനിമയല്ലേ, നമുക്ക് അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ വെക്കണമെന്നൊക്കെ പുള്ളിയുടെ അഭിപ്രായം അവിടുത്തെ ക്യാരക്ടർ ആക്ടേഴ്സിനൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മൾ ദൂരെ പോകണ്ട, ഇവിടെ ഒരാളുണ്ടല്ലോ, അദ്ദേഹത്തിനോട് സംസാരിച്ച് നോക്കാം. അങ്ങനെ പുള്ളിയുടെ അടുത്ത് ഞങ്ങളിങ്ങനെ മഹേഷ് പോയി പറഞ്ഞു അല്ലേ. അതെ ആക്ച്വലി ഞങ്ങളാരും ഞാൻ അപ്പൊ ആദ്യം ലാലേട്ടൻ പിക്ചറിൽ ആദ്യത്തെ തോട്ട് പ്രോസസ് വരുന്ന സമയത്തില്ല. ഈ ക്യാരക്ടർ വളരെ ഇമ്പോർട്ടൻ്റാണ്. അതെ, ഈ ക്യാരക്ടർ ഈ പടത്തിൻ്റെ ഒരു പോസ്റ്റ് സ്റ്റേജിൽ വരുമ്പോൾ പടം മുമ്പോട്ട് പോകണമെങ്കിൽ ഈ ക്യാരക്ടർ വേണം. എനിക്ക് ഫീൽ ചെയ്തു ട്രെയിലർ കണ്ടപ്പം ഒരു സ്റ്റേജ് ട്രെയിലറിലും ഉണ്ട് ഇൻട്രൊഡക്ഷൻ പുള്ളി. അതെ അതെ അതെ. അപ്പൊ അത് സംസാരിച്ചു പുള്ളി പറഞ്ഞു ഓക്കെ കൂടാം. അത് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഞാൻ വിചാരിച്ചില്ല. ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ഇല്ല ഇങ്ങനത്തെ ഒരു ഫിലിമിൽ ജോയിൻ ചെയ്യാൻ പറ്റുക പറയുന്നതിന്റെ ഒരു തീർച്ചയായും ത്രില്ലും ഒരു ഭാഗ്യം കൂടെ ഉണ്ടല്ലോ. അതെ അതെ ക്യാരക്ടറെ കിട്ടാൻ. തീർച്ചയായിട്ടും. പിന്നെ ഞാൻ ഒരുപാട് നാളായി ഇത് എല്ലാവരുമായിട്ട് ഇനി എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം. ഒരിക്കലും അല്ല. അതുകൊണ്ട് എക്സാമ്പിൾ രാജീവ് ഞങ്ങളുടെ ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ചാലാ. എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് 8ാമത് ഇതിലാണല്ലേ. അതെ അതെ. മലയാളത്തിൽ അഭിനയിക്കാൻ പറ്റും. ഇത് ഇവരെ രണ്ടുപേരും ചേർക്കണമെങ്കിൽ ഒരു 3 പേര് നിങ്ങൾ അതിൽ കൂടെ ചേർക്കണം. അതാണ് ഫെവിക്കോൾ ബോണ്ട്. അത് അതുണ്ടായിരുന്നു. അപ്പൊ ആ ഫെവിക്കോൾ ബോണ്ട് ഇല്ലെങ്കിൽ ഇവരെ ചേർക്കാൻ പറ്റില്ല. ആൻഡ് എസ്പെഷ്യലി എന്റെ ക്യാരക്ടർ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിങ്ങും അതിൻ്റെ ഒരു തുടക്കവും അതിൻ്റെ ഒരു കൾമിനേഷനൊക്കെ വളരെ നന്നായിട്ടാണ് വന്നിരിക്കുന്നത്. കാര്യം ഞാൻ അങ്ങനെ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. തീർച്ചയായും. എസ്പെഷ്യലി ഒരു ചുമ്മാതായി പറഞ്ഞ പോലെ അതിലൊരു ആക്ടറിനെ അല്ല ഉപയോഗിച്ചത്, അതിലൊരു ക്യാരക്ടർ എന്നുള്ള രീതിയിൽ അതിനെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാളെയാണ്. അപ്പൊ അത് നോന്ന് പറയാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ്. സിനിമ കാണുമ്പോൾ അത്രയും ഇയാളെ തന്നെ നമുക്ക് ഓർമ്മ വരുള്ളൂ, അല്ലെങ്കിൽ മോഹൻലാലിനെ പോലും ഓർക്കില്ല. അപ്പൊ ധാരാളം അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ആക്ഷനും ഭയങ്കര ആക്ഷൻ ഉണ്ട്. ആക്ഷൻ ഫോർ ആക്ഷൻ അല്ല, ഒരു ഒഴിവാക്കാൻ പറ്റാത്ത സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ആക്ഷൻ. ബാക്കിയൊക്കെ ഒരു സ്ലാപ്പിലൊക്കെ തീരും. ഈ കഥ പറഞ്ഞപ്പോൾ ഞാനും കുറച്ച് സമയം ആലോചിച്ചത് എങ്ങനെയാണ് ഒരുപാട് ലൊക്കേഷൻസ് എവിടെയൊക്കെ ഇപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പ്രശ്നം ലോജിസ്റ്റിക്കലി ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു അത് മാനേജ് ചെയ്യാനായിട്ട്. കാരണം നമുക്കൊരു എയർപോർട്ട് 3 ദിവസത്തേക്ക് വേണമായിരുന്നു. അപ്പോൾ ആ എയർപോർട്ടിന് നമുക്ക് പലയിടത്തുനിന്നും പെർമിഷൻ കിട്ടാം. കാരണം എയർ സൈഡ് വേണം, സെക്യൂരിറ്റി ഏരിയ വേണം, ഗേറ്റ്സ് വേണം. അപ്പോൾ അങ്ങനെയാണ്. എയർപോർട്ട് മാത്രമല്ല, എയർബേസ് വേണം, പിന്നെ ഒരു മിലിറ്ററി എയർപോർട്ട് വേണം. അങ്ങനെ ഒരുപാട് ഒന്നും ട്രെയിൻ വേണം, കാറ് വേണം, ബോട്ട് വേണം, ഫ്ലൈറ്റ് വേണം, ഷിപ്പ് വേണം, ഇങ്ങനെ ഒരു ഷിപ്പ് വേണം, എല്ലാത്തരം ഉണ്ട്. അതാണ്. അപ്പൊ ഇത് ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ഈ പറയുന്ന തോട്ട് ഉണ്ടാവുമല്ലോ, ഇത്രയും സ്കെയിൽ ഇതെങ്ങനെ. ചെറിയ പ്ലെയിൻ വേണം, വലിയ പ്ലെയിൻ വേണം, കാരിയർ പ്ലെയിൻ വേണം. റോക്കറ്റിനെ പറ്റി എന്താ ചിന്തിക്കുന്നത്? സാധാരണ ഫൈറ്റർ ജെറ്റ്, ഫൈറ്റർ പ്ലെയിൻ വേണം. അല്ല, അതിനകത്ത് ഇരുന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ അത് കഴിഞ്ഞ പറഞ്ഞ ഞാൻ ഇറങ്ങിയെന്ന് പറഞ്ഞായിരുന്നു. എൻ്റെ അടുത്ത് ഒരു റെഡ് സ്വിച്ച് ഇടുന്നുണ്ട്, താഴെ എഴുതിയിട്ടുണ്ട് ബോംബ് റെഡി. ഞെക്കട്ടൻ ചോദിച്ചേ. അത് ഭയങ്കര ക്ലോസ്ട്രോഫോബിക് അല്ലേ എന്നിട്ട് ആ സാധനം കൂടെ വായിച്ചു കഴിഞ്ഞാൽ സൗണ്ട് ഇറ്റ് മേക്സ് ഭയങ്കര സൗണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇത്രയും. ഫോർ എക്സാമ്പിൾ ഞാൻ ചോദിച്ച ഒരു അതിന് വളരെ എന്റെയും പിന്നെ ബോബനല്ല, എപ്പോഴും ബോബന് തന്നെ വിളിക്കും. ചാക്കോച്ചന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ലൊക്കേഷൻ ഞങ്ങള് നമ്മളാരും കണ്ടു എല്ലാ സ്ഥലം. ഞാൻ ചോദിച്ചായിരുന്നു രണ്ടാമത് ഒരിക്കൽ കൂടെ പോണെങ്കിലും പോകാം, കാര്യം അത്രയും മനോഹരമായിട്ടാണ് ആ സീൻ. അതെ അതെ. അവിടെയല്ലേ തുടങ്ങിയ അവിടെയാണ് ഫസ്റ്റ് സ്കെഡ്യൂൾ വെച്ചത്. പലപ്പോഴും നമ്മളൊരു കഥ കേൾക്കുമ്പം അത് പറയും ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് പറഞ്ഞിട്ട് പിന്നെ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ഇതെല്ലാം മാറും, ആക്ടേഴ്സ് മാറും, ലൊക്കേഷൻ മാറും. പക്ഷെ ഈ സിനിമയിൽ എല്ലാം അതിൽ കൂടുതലായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞതിനേക്കാളും ബെറ്റർ ആയിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ ലൊക്കേഷൻസ് ആയാലും അതിന്റെ ബാക്കി ഫെസിലിറ്റീസ് ആയാലും അതെല്ലാം വളരെ നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ആണുങ്ങൾ മാത്രമല്ല,
അതുപോലെ 4 പെണ്ണുങ്ങളുണ്ട്. അതെ ധാരാളം. ഇൻഫാക്ട് വളരെ ക്ലിയർ ആണ് കാര്യം, സ്ത്രീ കഥാപാത്രങ്ങൾ ധാരാളം. വളരെ സ്ട്രോങ് ആയിട്ടുള്ള എല്ലാ ക്യാരക്ടറും സ്ട്രോങ് ആണ്. എല്ലാരും അല്ല അങ്ങനെ ഒരു എന്താ പറയാ, ഒരു വെറും ക്യാരക്ടർ ഫീമെയിൽ ഫോർ ഫീമെയിൽ അല്ല. അതെ അതെ. വളരെ ഡിഫൈൻഡ് ക്യാരക്ടേഴ്സ് ആണ് എല്ലാവരുടെയും. നയൻതാര, രേവതി, മറ്റേ ദർശന, പിന്നെ സെറീൻ, ഇവരൊക്കെ നമ്മളാരും കാണാത്ത ആവശ്യമുള്ള കഥയ്ക്ക് ആവശ്യം. എല്ലാവർക്കും ഈ സിനിമയിൽ അവരില്ലാതെ കഥ പോകില്ല. അതെ അതെ അതെ, മനസ്സിലായി. ഒരു ഭയങ്കര റിലൻറ്റ്ലെസ് പേസ് ആണ്. ഞാൻ കേട്ടപ്പോ ഇതെന്താ ഈ ബോൺ ഐഡന്റിറ്റി മാതിരി വൺ സെറ്റ് പീസ് ആഫ്റ്റർ എനിക്ക് വന്ന കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബോംബെയിൽ കണ്ടപ്പം ഇതിനെപ്പറ്റി സംസാരിച്ചു. ഇത്രയും നാളെ കഴിഞ്ഞിട്ടാണ് അഭിനയിക്കാൻ വന്നിരിക്കുന്നത്. എന്ത് തോന്നി അഭിനയിച്ചപ്പോൾ? എന്ത് തോന്നുന്നു ചോദിക്കാം. അല്ല, അത് ഇത്ര നാൾ അഭിനയിച്ചാണെന്ന് ചോദിക്കാം. അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. അത് മാത്രമല്ല കാര്യം, ക്യാമറമാനാണ്, ബ്യൂട്ടിഫുൾ ഫിലിംസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, എത്രയോ വർഷം, എന്തോരം കമേഴ്ഷ്യൽസ്. അപ്പോ ഡയറക്ട് ചെയ്തിട്ടുള്ള പടങ്ങൾ, വളരെ ഫേമസ് പടങ്ങൾ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അതെ, എനിക്കറിയാലോ. അല്ല ഞാൻ അപ്പം അതൊന്ന്, പിന്നെ ഇത്രയും ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ഒരു ഫിലിം, ബിക്കോസ് ഐ കുഡ് ഫീൽ ദാറ്റ്. പിന്നെ ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റിന്റെ കൂടെ വീണ്ടും അതിൻ്റെ അകത്ത് അഭിനയിക്കുമ്പോൾ ഉള്ള എക്സ്പീരിയൻസും ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തോന്നിയോ ആ സമയത്ത്? ബിക്കോസ് യു ആർ ഓൾസോ DOP, യു നോ വാട്ട്സ് ഗോയിങ് ഓൺ ദേർ, അല്ലേ? ഇല്ല, ഞാൻ ആ സൈഡിലേക്ക് നോക്കില്ല. ഞാൻ അന്തം വിട്ട് സ്കെയിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇല്ല, അങ്ങനെയല്ല. എനിക്കൊരു അനുഭവം പറയാനുണ്ട്. കാരണം ഞങ്ങൾ ഒരു ഷോട്ട് സാറിൻ്റെ ഒരു ക്ലോസപ്പ് എടുക്കുകയാണ്. വളരെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഷോട്ടാണ്. അപ്പൊ ആ ഷോട്ട് വെക്കുന്ന സമയത്ത് DOPക്ക് ഒരു ഫ്ലെയർ വരുന്നുണ്ട്. അത് എവിടെ നിന്നൊന്നും മനസ്സിലാവുന്നില്ല. പല രീതിയിലും നോക്കി ഒരു ഫ്ലെയർ ഇങ്ങനെ സ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ. അപ്പൊ കുറച്ചു നേരം സാറിന് മനസ്സിലായി ഇവർക്ക് ഒരു ഫ്ലെയർ കിട്ടുന്നുണ്ട്, അത് എവിടെ നിന്നൊന്നും കിട്ടുന്നില്ലായിരുന്നു. സാർ അവിടുന്ന് തന്നെ ഒരു AC എടുത്തുനിന്ന് അസിസ്റ്റന്റ് എടുത്ത് ഒരു ബ്ലാക്ക് ചാർട്ട് തരാൻ പറഞ്ഞു. ഒരു ബ്ലാക്ക് ചാർട്ട് കൊടുത്തു. എന്നിട്ട് നേരെ പുള്ളി ലെൻസിന് ചുറ്റും നോക്കിയിട്ട് ലെൻസിനകത്തോട്ട് ഈ ബ്ലാക്ക് ചാർട്ട് ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ നോക്കാൻ പറഞ്ഞു. പോയി ഇത്രേ ഉള്ളൂ. അല്ല, ഞാൻ കാണേണ്ട അതിന്റെ ഉള്ളിലത്തെ ഒരു ഇന്റേണൽ റിഫ്ലക്ഷൻസ് ആയിരുന്നു അത്. അതൊക്കെ നോക്കുന്നുണ്ട്. പുള്ളി വെറുതെ പറയുന്ന നോക്കുന്നില്ലാന്ന് വെറുതെ പറയുന്ന പുള്ളി നോക്കുന്നുണ്ട്. അല്ല, അതല്ല, ഈ പടത്തിന്റെ സ്കെയില് ഇത്രയും ഒരു ലെവലിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ചുറ്റും എല്ലാം സെറ്റാണ്. യുനോ എവറിത്തിങ് ഇസ് സെറ്റപ്പ്. സോ നമ്മൾ വെറുതെ അവിടെ വന്നിട്ട് ഡയലോഗ് പറഞ്ഞാൽ ലുക്സ് ലൈക്ക് ഇറ്റ് സംതിങ് ബിഗ് ഇസ് ഹാപ്പനിങ്. പക്ഷെ എനിക്കെപ്പോഴും ഒരു ഐ യൂസ് ടു ഫീൽ സ്ലൈറ്റ്ലി അൺകംഫർട്ടബിൾ ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ. ഒരുമാതിരി ഒരു ചമ്മലാണ്. എനിക്ക് തോന്നിയില്ല. ഞാൻ വാട്സാപ്പ് ഷൂട്ട് അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ഈ ചേഞ്ച് എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് പല ഈ അമച്വേഴ്സിനെ ഡയറക്റ്റ് ചെയ്തിട്ട് ഇവരെയും അപ്പൊ ചിലപ്പോ ഇത് നല്ലതാണല്ലോ എന്ന് ആൾക്കാർ പറയാൻ തുടങ്ങും. സ്ലോലി യു ഗെറ്റ് കോൺഫിഡൻസ്. പിന്നെ ലൈക്ക് താൻ തകർത്തില്ല, നോബഡി ന്യൂ. ബിക്കോസ് നമുക്കറിയണ പ്രകാശ് ശർമ്മ, ഹച്ച്, ആ വളരെ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് പ്രകാശ് ശർമ്മയാണ്. ബട്ട് ദ വേ യു ഡിഡ് ഇറ്റ് വാസ് സംതിങ് അൺബിലീവബിൾ. ഇതെല്ലാം നമ്മൾക്കാണല്ലോ കിട്ടുന്നത്, ഭാഗ്യം. ഇല്ല, ഇങ്ങനത്തെ വലിയ ആൾക്കാരെയൊക്കെ ഞങ്ങളുടെ കയ്യിലാണല്ലോ കിട്ടുന്നത്. അതിന് ഈശ്വരനെ നന്ദി പറയാനും. അയ്യോ, വളരെ സന്തോഷം. ഐ thoroughly enjoyed. അത് ഇത് ഈ ആദ്യത്തെ ബ്രീഫ് കേട്ട് കഴിഞ്ഞ സമയത്ത് തന്നെ നമുക്ക് ആക്ച്വലി അപ്പൊ തന്നെ ഇന്നായി ക്യാരക്ടറിലോട്ട് അതൊക്കെ ആയി. അതിൻ്റെ ഒന്നും അല്ലായിരുന്നു നമ്മുടെ ടെൻഷൻ. പ്രൊഡക്ഷൻ ഇത്രയും സ്പെൻഡ് ചെയ്യാൻ ഒരാൾ ഇൻവെസ്റ്റർ കിട്ടണം. പിന്നെ ആദ്യത്തെ ബഡ്ജറ്റ് നിന്ന് പോയി, പിന്നെ ബഡ്ജറ്റ് വന്നു, പിന്നെ ബഡ്ജറ്റ് വന്നു, പിന്നെ ബഡ്ജറ്റ് വന്നു. അല്ല, അതെ ഈ പറഞ്ഞില്ലല്ലോ എവിടെയൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ആക്ടേഴ്സ് മാറും. അങ്ങനെ വരുമ്പോ തന്നെ പിന്നെ ഒരുപാട് ലൊക്കേഷൻസ് എത്ര ഒന്ന് എണ്ണിക്കും. എണ്ണി കഴിഞ്ഞാൽ ശ്രീലങ്ക തന്നെ നമ്മൾ 3 പ്രാവശ്യം. UK, ഡൽഹി, അസർബൈജാൻ, ദുബായ്. അതാണ് ഫോറിൻ കൺട്രീസ്. അതെ. അല്ല, ഡൽഹി. പിന്നെ നമ്മൾ ഹൈദരാബാദ്, ഇവിടെ അല്ലേ, മദ്രാസ് ഷൂട്ട് ചെയ്തിട്ടില്ല. ഇവിടെയെല്ലാം എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് സെറ്റ് ഇട്ടത് എറണാകുളത്താണ്. ഇങ്ങനെയുണ്ട്. അതുകൊണ്ടല്ലേ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഒരു പോയി കൊണ്ടുപോകാൻ ആദ്യം കഥ പറഞ്ഞ സമയത്ത്. പക്ഷെ ശ്രീലങ്കയെ കൊണ്ടുപോയി. ഇതിന്റെ ഇടയിൽ, ഈ ട്രെയിലറിന്റെ ഇടയിൽ നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ റിഫ്രഷിംഗ് ആയിരുന്നു ആക്ച്വലി. അത് ഞാനും എൻ്റെ വൈഫ് സ്നേഹം ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ സെക്ഷൻസ് ഒക്കെ ഭയങ്കര കുറെ നാളുകൾക്ക് ശേഷം ചാക്കോച്ചിനെ വീണ്ടും ഒരു റൊമാൻറ്റിക് ഒരവസ്ഥ. അതിനൊരു സത്യത്തിൽ റിഫ്രഷിംഗ് ആയിരുന്നു. പടം കാണുമ്പോൾ ട്രാക്ക് ഉണ്ട്. ഞാൻ അങ്ങോട്ട് വരുന്നേ ഉള്ളൂ. കട്ട് ചെയ്ത്
കട്ട് ചെയ്താ പുള്ളി കട്ടിന്റെ ആളാ. അല്ല കട്ട് ചെയ്യണം ആവശ്യമില്ല. എനിക്കത് ഫഹദിന്റെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫിലിം. ഞാൻ അതിന്റെ ഒരു ട്രയൽ ഒരു മണിക്കൂറോ നേരം പറഞ്ഞൊരു വെരി ലോങ് സീനിൽ ഇവൻ ഫുൾ ഇംഗ്ലീഷ് പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു ഇത് എങ്ങോട്ട് പോണു. ഞാൻ ഓഫ്കോഴ്സ് ഞാൻ ഡബ് ചെയ്യുന്ന സമയത്ത് കണ്ടു വെരി വെരി വളരെ കാര്യം ഒരു എന്താ പറയുന്നത് ശരിക്കൊരു വേറെ ഒരു അവസ്ഥയിലുള്ള ഒരു ഫ്രാൻസിൽ നിന്ന് അത് ഞാൻ ഇപ്പോഴും എനിക്ക് ഓർക്കുന്ന അതായത് ഒരു ഈ ട്രെയിലറിൻ്റെ അകത്തൊരു സിറ്റുവേഷനിൽ ഐ തിങ്ക് ഫൗജിയുടെ ഇൻട്രൊഡക്ഷൻ വരുന്ന തൊട്ട് മുമ്പ് ഐ തിങ്ക് യു ഗെറ്റ് നോ വോട്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ഷോർട്ട് ഉണ്ട് യൂസിങ് എൻ എഫ് വേർഡ്. അതൊരു എനിക്ക് തോന്നുന്ന ഒരു 1.5 സെക്കൻഡിൽ കൂടുതൽ ഉണ്ടാവില്ല. പക്ഷെ അതിൻ്റെ അകത്ത് പവർ, ഫിയർ ആൻഡ് എന്താണ് ഇനി സംഭവിക്കാൻ അതൊക്കെ അതിലുണ്ട്. അവർ രണ്ടുപേരെ ഒന്നിച്ചാക്കരുത്. അതിന്റെ ഫിയർ ഒരു ലോ ആംഗിൾ ഒരു ഭയങ്കര ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഷോട്ടാണ്. അത് എന്നെയൊക്കെ സംബന്ധിച്ചത് ഇങ്ങനെ ഭയങ്കര നമുക്ക് പെട്ടെന്ന് അത് കാണാൻ വീണ്ടും നമ്മൾ ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് ഡയലോഗ് ഉണ്ടോ ഇല്ലയോ അറിയേണ്ട കാര്യമില്ല. പക്ഷെ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. എന്താണ് ഫഹദ് ഈ സിനിമയിൽ നമ്മളൊക്കെ മലയാളത്തിൽ കുറേ നാൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സമയം ഓഫ് കോഴ്സ് നെഗറ്റീവാന്ന് ഓൾറെഡി പറഞ്ഞു. എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ആസ് എൻ ഓഡിയൻസ് നെഗറ്റീവ് അല്ല, ഒരു ഗ്രേ ഷെയ്ഡ് ഉള്ളതാണ്. അത് ക്യാരക്ടർ ശരിക്കും പോസിറ്റീവാണ്, പക്ഷേ കുറച്ച് ഗ്രീഡി അങ്ങനത്തെ ഉണ്ടല്ലോ. ഇത് ഞാൻ തമാശ പറയാം, എവിടെ ഞാൻ വായിച്ചതും കേട്ടതാ നെഗറ്റീവാണെന്ന് അവൻ തന്നെ പോയി പറഞ്ഞു. വില്ലനാണെന്ന് പറഞ്ഞാൽ പക്ഷേ അങ്ങനത്തെ അല്ല, ഗ്രേ ഷെയ്ഡ് ഉണ്ട്. അപ്പം എന്തെങ്കിലും ലുക്കിംഗ് ഫോർവേഡ് ഇതിൻ്റെ അകത്ത് പ്രേക്ഷകർ നമുക്ക് കാണുമ്പോൾ പുതുമയുള്ള എന്തെങ്കിലും പൊതുവെ പ്രൈമറിലി ഒരു കഥ കേൾക്കുമ്പോൾ അതിന്റെ വാലിഡിറ്റി നമ്മൾ നോക്കുമല്ലോ. തീർച്ചയായിട്ടും ഈ കഥ ഇപ്പൊ പറയുന്നതിന്റെ പ്രസക്തി എന്താന്നുള്ളത് അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത്. ദിസ് ഈസ് എ ഫിലിം ദാറ്റ് നീഡ്സ് ടു ബി ടോൾഡ് നൗ എന്നുള്ളത് ആദ്യം. പിന്നെ അന്ന് പറഞ്ഞപ്പോ തന്നെ ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ലൈക്ക് എന്താ പറയുന്നത് ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടേഴ്സ് ആൻഡ് ഇൻസിഡൻസ് ആൻഡ് സെറ്റപ്സ് ആൻഡ് ഓൾ ദാറ്റ്. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയായിരുന്നു. ഇറ്റ്സ് നോട്ട് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളിൽ ലൈക്ക് ലുക്കിംഗ് ഔട്ട് ദ വിൻഡോ, വളരെ റിയൽ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യുക. അതെനിക്ക് ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ശ്രീലങ്ക ഷൂട്ട് ചെയ്തെന്ന് പറയുന്നത് ഞങ്ങൾ അവിടുത്തെ ബേസിക്കലി അവരുടെ ആർമി ബേസിലാണ് ഷൂട്ട് ചെയ്തത്. സോ വി ഹാഡ് ആക്സസ് ടു ദെയർ ജെറ്റ്സ്, അതർ ലൊക്കേഷൻസ്. കോൾ എടുത്തിരുന്നു പ്രകാശ്. കാര്യം ഇപ്പൊ നേരത്തെ പറയുന്നത് ഇത് എവിടെ നടക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ഫോഴ്സ് അങ്ങനെയുള്ളതൊന്നും നമ്മൾ കാണിച്ചില്ല. പിന്നെ റിയൽ ലൊക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എയർഫോഴ്സ് ആണ് നമ്മുടെ ഒന്നും അല്ല കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ബാക്കി യൂണിഫോം എല്ലാം നമ്മൾ മാറ്റിയാണ് ഫിക്ഷനിലാണ്. ഒരു ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ ഇതൊരു നടന്ന കഥയല്ല, നടക്കുന്ന കഥയല്ല, നടക്കരുതാത്ത കഥയല്ല. ബ്യൂട്ടിഫുൾ. ഞാൻ അതുകൊണ്ട് കൂടെയാണ് എനിക്ക് തോന്നുന്നത് ഇത് മലയാള സിനിമയിൽ മാത്രം സംഭവിക്കുന്ന കാര്യമായിരിക്കും. കാര്യം പറഞ്ഞിട്ടില്ലാത്തൊരു കഥ, അതുമായിട്ട് ബന്ധപ്പെട്ട റിസ്ക് എന്ന് പറയുന്നത് ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റ്, നിങ്ങൾ എത്രയോ പേര് ഇത് കൂടാതെ നമ്മൾ ഇതിൻ്റെ അകത്ത് പങ്കെടുക്കാത്ത പല പേരും ഇനിയുണ്ട്. നീയാണ് മറ്റേ നേരക്കില്ലേ പ്രകാശ്. അതെ. അപ്പൊ ഞാൻ പറയണേ ആ സ്കെയിലും അങ്ങനെ ഒരു സബ്ജക്റ്റും ഇപ്പം ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഓടെ ബ്യൂട്ടിഫുൾ വേ ടു പുട്ട് ഇറ്റ്, ഇത് മലയാളത്തിലെ സംഭവിക്കുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അത് ഞാൻ എപ്പോഴും വെരി പ്രൗഡ്. കാര്യം നമ്മളും ഇതിന്റെ ഭാഗം ദൂരെ നിന്നാണെങ്കിലും കണ്ടും ആസ്വദിച്ച്. എനിക്ക് തോന്നുന്ന ഇത്രയും സ്കെയിൽ, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വിഷയം, ഇത് എനിക്ക് തോന്നുന്നത് ഇതൊരു ഷിഫ്റ്റ് ഉണ്ടാവും. ഈവൻ കഥ പറച്ചിലും നമ്മുടെ സ്കെയിലും ഒക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു ഷിഫ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പല തരത്തിലുള്ള. നമ്മളിപ്പോ കഥയിലും കഥയുടെ കണ്ടന്റിലും ആക്ടേഴ്സും ഒക്കെ കുറെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു സ്കെയിലിൽ കൂടെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ സ്കെയിലിൽ നമുക്കൊരു സിനിമ എടുക്കാൻ പറ്റും. അതെ, അതായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മൾ മറ്റേ ഹോളിവുഡ് സിനിമയോ ബോളിവുഡ് സിനിമയോ തെലുങ്ക് തമിഴൊക്കെ വലിയ വലിയ സിനിമകൾ എടുക്കുന്നുണ്ട്, 200, 300, 500 ഒക്കെ ആയിട്ട്. നമുക്കും അത് വർത്തായിട്ടുള്ള ഒരു സിനിമ എടുക്കാൻ, അതായത് സ്കെയിൽ മാത്രമല്ല കോണ്ടന്റ് വളരെ വർത്തായിട്ടുള്ള ഈ പടം ഇത്രയും സ്കെയിൽ, നമ്മൾ പറഞ്ഞ സ്കെയിൽ പോലും വിശ്വസിക്കാത്തതിനപ്പുറത്തേക്കുള്ള ഒരു സ്കെയിൽ തോന്നിക്കുന്ന ഒരു സിനിമ. അത് വെറുതെ സ്കെയിലിന് വേണ്ടി മാത്രമല്ല, കോണ്ടന്റ് ഡ്രിവൺ. അതിൻ്റെ ഉള്ളൊരു ഇമോഷൻസ് ഉണ്ട്. എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ഇമോഷണൽ ആങ്സ്റ്റ് കൊടുക്കും. നമുക്ക് ആ ചെറിയ ഗ്രേസിന്റെ റോൾ, ഗ്രേസ് ആന്റണിയുടെ റോൾ വരും, അതുപോലും ഒരു അത് പെർട്ടിനന്റ് ആണ്. അതൊന്നും മാറിയാൽ ചിലപ്പോ ഫുൾ ട്രാക്ക് ഷിഫ്റ്റ് കഥ നടക്കൂല. ഈവൻ ഷിപ്പിന്റെ ക്യാപ്റ്റൻ, ബോട്ടിൽ നിന്ന് വരുന്ന ആൾക്കാര്, ഈവൻ നമ്മുടെ ജിനു എബ്രഹാം,
ഇതിനുമൊക്കെ നമ്മുടെ അവിടെയുള്ള ആൾക്കാർ ഇത്ര ഇനിയുണ്ട്. മ്യൂസിക്കിനെ കുറിച്ച് ചോദിക്കണം. ഒന്നും പറയാതിരിക്കുകയാണ്. അതെ ഒന്നും പറയാം. ടെക്നോ ആണോ, ഞാൻ ഇതിന്റെ ഇടയിലൊക്കെ ആന്തം ആണോ? ഞാൻ ഇതിന്റെ ഇടയിൽ നോക്കിണ്ടിരുന്ന ഇതിന്റെ ഇടയിലും സുഷീന്റെ ഇടയിൽ ചെവിക്കകത്ത് മറ്റേ ഹെഡ്ഫോൺ അല്ല, എന്തൊരു എക്സ്പീരിയൻസ് അല്ലേ സുഷിൻ. ഇൻഫാക്ട് ഇങ്ങനെ ഒരു സ്കെയിലിൽ ഒരു ഫിലിമിൽ സ്കോർ ചെയ്യുക നോട്ട് അറ്റ് ഓൾ ഈസി. കാര്യം അതിൻ്റെ അകത്ത് ഷിഫ്റ്റ് ചെയ്യുന്ന ഡ്രാമ പല സമയത്ത് അതിന്റെ ഗ്രാഫ് പോകുന്നത് അല്ലേ. സോ എവിടം വരെ എത്തി, എങ്ങനെയാണ് കാര്യങ്ങൾ, ഹൗ യു സാറ്റിസ്ഫൈഡ്? അതിനുമുമ്പ് എനിക്കൊരു കാര്യം, ഞാൻ എപ്പോഴും എൻ്റെ ബൗൺസ് ബോർഡ് ഏറ്റവും സ്ക്രിപ്റ്റ് സ്റ്റേജിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സുഷിനാണ്. കാരണം സുഷിനെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട്. അയാളൊരു പേരേ ഉള്ളു സുശീൽ. ബാക്കി ഞാൻ പറയാം. ഭയങ്കര ചാലഞ്ചിങ് ആണ്. പിന്നെ ഈ കുറെ കാസ്റ്റ് ഉള്ളതിന്റെ ഒരു പ്രഷറാണ്. അല്ല, ഒരു മ്യൂസിക് കൊടുക്കണ്ടേ അല്ലേ എല്ലാവർക്കും. അല്ലേ, അത് ആരെങ്കിലും പറഞ്ഞു പോയതല്ലോ. അത് ക്യാരക്ടറിന് ഞാൻ ഫോളോ ചെയ്യുന്നതും ഇപ്പൊ നേരത്തെ മഹേഷ് പറഞ്ഞ പോലത്തെ സാധനം, ലൈക്ക് ഗോ വിത്ത് ദ ക്യാരക്ടർ നോട്ട് ദ കാസ്റ്റ്. അപ്പം ക്യാരക്ടേഴ്സിന് അവിടെ ആർക്കും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യ പ്രശ്നം ഉണ്ടാക്കിയത്. അതെ, ആർക്കും അങ്ങനത്തെ പ്രശ്നമില്ല. അത് മലയാളത്തിൽ മാത്രം ഉള്ളൊരു ഇങ്ങനൊരു യൂണിറ്റി, ഇങ്ങനൊരു സിനിമ ഞാൻ സത്യത്തിൽ മഹേഷിന്റെ അടുത്ത് 3-4 പ്രാവശ്യം ഇതൊക്കെ ഇനിയും നടക്കാവുന്ന കാര്യം, നടക്കാവുന്ന കാര്യമുള്ളൂ. ഇതിനു മുമ്പ് പക്ഷെ ഇത് വളരെ റെയർ ആയതുകൊണ്ട് ഞാൻ ചോദിച്ചു, മഹേഷ് എങ്ങനെ, how did you manage to pull off in the, not an easy thing. Looking forward, I'm sure Sushin actually ശരിക്കും ഇൻട്രസ്റ്റിംഗ് സ്കോറും ഒക്കെ ചെയ്യാനുള്ള ധാരാളം നമ്മുടെ ആർട്ടില്ലേ അതെല്ലാം സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പറയും. അത് ബിലീവബിൾ ആക്കിയിട്ടുണ്ട് അല്ലേ. നമ്മുടെ കുട്ടികൾ, ചെറിയ കുട്ടി അഭിനയിച്ചിട്ടില്ല, മറ്റേ പേര് പാർവതി. മൂന്നാളുണ്ട്, പ്രധാന കണ്ണിയോള. ആക്ച്വലി ഇപ്പൊ ഇത് 4 സ്ത്രീകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതിൻ്റെ അകത്തുണ്ട്. റൊമാൻസ് ചാക്കോച്ചന് മാത്രമേ ഉള്ളൂ. റൊമാൻസ് ചാക്കോച്ചന് മാത്രമേ റൊമാൻസ്. അതുകൊണ്ടാണ് ചാക്കോച്ചനാണ് ഹീറോ. ചാക്കോച്ചനാണ് ഹീറോ. അതാണ് ഹീറോ. ഡയലോഗ് ക്ലൈമാക്സ് ഡയലോഗ്സ്. അതെ. പക്ഷെ ബ്യൂട്ടിഫുൾ. എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് മഹേഷിന് ഇതിന്റെ എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ, ഷെയർ ചെയ്യാൻ? ഞാൻ എന്തെങ്കിലും ഒരു ഫോട്ടോഗ്രാഫി മനുഷ് ഷൂട്ടിംഗ്. മനൂഷ് ആക്ച്വലി ബാറ്റ്സ്മാൻ. അപ്പൊ ആ ഒരു കെമിസ്ട്രി എപ്പോഴും നല്ലതാണ്. ഒരു എനിക്കൊന്ന് 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രോജക്റ്റുകൾക്ക് ശേഷം പിന്നെ ഇപ്പോഴാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോഴേക്കും അവൻ വേറെ സ്കെയിലിലേക്കൊക്കെ എത്തി, വലിയ. പക്ഷെ പുള്ളി ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഭയങ്കര രസമാണ്. ക്യാമറ പുള്ളിക്ക് ഇത്തിരി ഇതുണ്ട്. ക്യാമറ ഇവിടെ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. പക്ഷേ ഇവിടെ ഒരു കൈ ഒരു തലേന്ന് ടോയ് പോലെ പുള്ളി നമുക്ക് വെറുതെ ഇത്ര ഈസിയാണെന്ന് തോന്നുന്നു പുള്ളി ഷൂട്ട് ചെയ്യണം. അല്ല, ഞാനത് ചോദിച്ചിരുന്നു മഹേഷ്. ഇത്രയും സ്കെയിലിൽ പോകുന്ന സമയത്ത് നമുക്ക് ധാരാളം ഇതുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് യുവർ പാർട്ട്നേഴ്സ്, വിച്ച് ഇസ് യുവർ ഡ്യൂട്ടി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പെട്ടെന്ന് നമുക്കറിയാൻ മേലാത്ത ഒരാള്. ഞങ്ങളൊക്കെ ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ ഇസ് അവർ സൂപ്പർ സീനിയർ. അതെ. സോ അപ്പൊ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ മനുഷ്യന് ചിലപ്പോ മാറിയുന്നത് അതെന്താണ് ലൈറ്റ് അങ്ങനെ ഇരിക്കുന്നത്. കാരണം എന്തായാലും നമുക്ക് ഒരു നല്ല സിനിമ എടുത്തതിന്റെ ഒരു സന്തോഷം. തീർച്ചയായിട്ടും എനിക്ക് നല്ലൊരു സിനിമയിൽ അഭിനയിച്ചതിന്റെ ഒരു സന്തോഷം. എല്ലാവർക്കും അപ്പൊ ഇത് തീരുന്നതിന് മുമ്പ് നിങ്ങളോട് രണ്ടുപേരുമല്ല ഒറ്റ ഉത്തരത്തിൽ പറയണം. വേണ്ട, വിട്ടേക്കാം. ഒറ്റ ഉത്തരവുള്ള സമയം. മമ്മൂട്ടിയ മോഹൻലാലോ? അയ്യോ, ആരോട് ആദ്യം പറയും? എല്ലാരും രണ്ടുപേരും ഒന്നാണ്. അതുകൊണ്ടാണ് സിനിമ സംഭവിച്ചത്. സൂപ്പർ, വെരി ഗുഡ്. ഞങ്ങൾ ഏതാണ്ട് 56ാമത്തെ സിനിമ, 55 സിനിമകൾ ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ലാത്തൊരു ചോദ്യം. Who is a better actor? ശ്രമിക്കാൻ. So, എന്തായാലും He is better for me. അടുത്തൊരു സിനിമ ചെയ്യാനായിട്ട് And I am better for സഹായിക്കട്ടെ നമ്മളെല്ലാവർക്കും. സോ ബ്യൂട്ടിഫുൾ. അല്ല, ശരിക്കും ലുക്കിംഗ് ഫോർവേഡ്. ഞങ്ങൾ വെച്ചിട്ട് ഒരു ആഡ് ഫിലിം ചെയ്യും. അത് തീർച്ചയായിട്ടും. പക്ഷെ അമേരിക്ക പോകേണ്ടി വരും. എനിക്ക് അവിടെ ഒരു ചെറിയ റോള് അതിൽ, അല്ലെങ്കിൽ ക്യാമറ. ഇതിന് മുമ്പ് നടന്ന കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്തോണ്ട് ഞാൻ ഈ ചെറിയ പരിപാടി ഒന്നും അമേരിക്കയെ പിടിക്കും. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ ചിരിച്ചിരിക്കും. സന്തോഷം. ലുക്കിംഗ് ഫോർവേഡ്. ഓൾ ദി ബെസ്റ്റ്. കൺഗ്രാറ്റുലേഷൻ. Thank you.